ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എ ഷിപ്പ്‌വ്രെക്ക് സെയിലർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഹാപ്പൻ ടു ദ നെറേറ്റർ? നെറേറ്റർക്ക് എന്താണ് സംഭവിച്ചത്? നെറേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ സ്പീക്കറാണ്. ഈ ഒരു കഥ നമ്മളോട് ആരാണോ പറഞ്ഞു തരുന്നത് അതാണ് നെറേറ്റർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. The narrator was in the middle of the ocean after the shipwreck. എന്താണ്, കപ്പൽ അപകടം സംഭവിച്ച സമയത്ത് നറേറ്റർ എന്തായി? കടലിൻ്റെ നടുവിലായിട്ട് കടലിലേക്ക് വീണു പോവുകയാണ് ചെയ്തത്. കപ്പൽ മുങ്ങിയ സമയത്ത് the ship plunged into an abyss and disappeared. കപ്പലിന് എന്താണ് സംഭവിച്ചത്? അവിടെ വലിയൊരു ഗർത്തം ഉണ്ടായിരുന്നു, വലിയൊരു കുഴി ഉണ്ടായിരുന്നു അല്ലേ? ആ കുഴിയിലോട്ടേക്ക് പോയിട്ട് പിന്നീട് ആ കപ്പൽ കാണാതായി. He was washed overboard with some of his shipmates. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് കൂടെ കടലിലേക്ക് എന്തായി? എറിയപ്പെട്ടു. കടലിലേക്ക് ഈ ഒരു ഷിപ്പ്‌വ്രെക്ക് സംഭവിച്ചതോടുകൂടി കടലിലേക്ക് അങ്ങ് എറിയപ്പെടുമായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് അപ്പിയർഡ് റീഅഷ്വറിംഗ് ടു ദ നറേറ്റർ? നറേറ്ററെ സംബന്ധിച്ച് അദ്ദേഹം റീഅഷ്വർ ചെയ്ത കാര്യം എന്തായിരുന്നു? അദ്ദേഹത്തിന് കുറച്ച് മനോധൈര്യം ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഷുവർ ആക്കിയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ആൻസർ എന്താണ്? Other sailors were also having the same predicament as the narrator and that was reassuring to him. എന്തായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി? എന്താണ് മനസ്സിലായത്? അദ്ദേഹം മാത്രമല്ല ഈ ഒരു വിഷമാവസ്ഥയിൽ, ഈ ഒരു ദുർഘടാവസ്ഥയിൽ കടലിൽ തനിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം വേറെ പലരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടലിൽ തനിച്ചായിരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായിരുന്നു അദ്ദേഹം റീഅഷ്വർ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. I made it on the third try. What did the narrator do on the third try? ഓക്കെ, ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ പരിശ്രമത്തിലാണ് എനിക്കത് സക്സസ് ആക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നറേറ്റർ ഇവിടെ ആ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ നേടിയെടുത്ത ആ ഒരു കാര്യം എന്തായിരുന്നു എന്നാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ എന്താണ്? When the narrator reached a life raft, he struggled to grab the rigging and jump aboard. അദ്ദേഹം ഒരു ലൈഫ് റാഫ്റ്റ് കാണാനിടയുണ്ടായി അല്ലേ? അപ്പോൾ അത് കണ്ട സമയത്ത് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കയറുകൾ വലിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ബട്ട് ഹി ഫെയിൽഡ് ഇൻ ഹിസ് ഫസ്റ്റ് 2 attempts ആൻഡ് മെയ്ഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. പക്ഷേ ആദ്യത്തെ 2 വട്ടം അദ്ദേഹം എന്താവുമായിരുന്നു? ഫെയിലായി പോവുമായിരുന്നു. അദ്ദേഹത്തിന് അതിലേക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ അദ്ദേഹം അത് നേടിയെടുത്തു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4. Then I saw 3 of my mates near the raft. Who were the 3 shipmates Velasco saw? അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ റാഫ്റ്റിൻ്റെ അടുത്ത് വീണ്ടും ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ കാണാനിടയായി. ആ 3 പേര് ആരൊക്കെയായിരുന്നു? വെലസ്കോ കണ്ടിരിക്കുന്ന ആ 3 പേര് ആരൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയായിരുന്നു? കാസ്റ്റലോ, കാരബെല്ലോ ആൻഡ് ലൂയിസ് റെഞ്ചിഫോ were the 3 shipmates whom Velasco saw. അദ്ദേഹം കണ്ടിരിക്കുന്നത് ആരൊക്കെയായിരുന്നു? ഒന്ന് കാസ്റ്റലോ, പിന്നെ കാരബെല്ലോ, അതുപോലെ ലൂയിസ് റെഞ്ചിഫോ. ഇവരെ 3 പേരെയായിരുന്നു അദ്ദേഹം റാഫ്റ്റിൻ്റെ അടുത്തായിട്ട് കണ്ടത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. കുഡ് വെലസ്കോ സേവ് റേമൻ ഹെറേറ? വൈ? ചോദിച്ചിരിക്കുന്നത് എന്താണ്? വെലസ്കോയ്ക്ക് റേമൻ ഹെറേറയെ രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണവും കൂടെ ചോദിച്ചിട്ടുണ്ട്. ആൻസർ എന്താണ്? നോ, അല്ലെ, ഒരിക്കലും അദ്ദേഹത്തിന് രക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters away ആൻഡ് ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർജിങ് സീ ആൻഡ് ഹി ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. കാരണം എന്താണ്? ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്നത് ഹെറേറയുടെ അടുത്ത് നിന്നിട്ട് ഏകദേശം ഒരു 2 meter അകലെയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കടലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭയാനകമായിരുന്നു, ദുർഘടാവസ്ഥ പിടിച്ചൊരു അവസ്ഥയായിരുന്നു. കാരണം ഈ ആടി ഉലയുന്ന തിരമാലയും അത്രയ്ക്ക് ശക്തിയായിട്ടുള്ള തിരമാലകളാണ് അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഈ ഒരു റാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം മുന്നോട്ടേക്ക് നീക്കാൻ അത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിനെതിരെയായിട്ടായിരുന്നു കാറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ശക്തിയേറിയ കാറ്റിനെതിരെയായിട്ടും അദ്ദേഹത്തിന് നീങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഹി വാസ് അൺഏബിൾ ടു റീച്ച് ഹെറേറ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹെറേറയുടെ അടുത്തേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് വേർ എഡ്വേർഡോ കാസ്റ്റലോ ആൻഡ് ജൂലിയോ അമേഡോ കാരബെല്ലോ ഡൂയിങ്? അപ്പോൾ എന്തായിരുന്നു കാസ്റ്റലോയും അതുപോലെ കാരബെല്ലോയും കൂടെ ചെയ്തത്? അവിടെ എന്തായിരുന്നു
അവർക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ അവരെങ്ങനെയായിരുന്നു വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Carabello, with Castello clinging to his neck, was struggling hard to swim towards the raft. അപ്പം കാരബെല്ലോ എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് കാസ്റ്റലോ പിടിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ കാരബെല്ലോ ഒരു ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കാസ്റ്റലോക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാസ്റ്റലോ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കാരബെല്ലോ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നീന്തുന്നത്. കാരണം ഒന്നാമത് എന്താണ്, കടലിൻ്റെ ആ ഒരു അവസ്ഥ അങ്ങനെയാണ്. കൂടാതെ കാരബെല്ലോയുടെ കൂടെ ഇപ്പം കാസ്റ്റലോ കൂടെ ഉണ്ട്. അപ്പോൾ ഒരാളെയും കൂടെ വഹിച്ചിട്ട് നീന്തുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്താണ്, ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ലൂയിസ് റെഞ്ചിഫോ? ലൂയിസ് റെഞ്ചിഫോ എന്ന് പറയുന്നത് എപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. He was a calm and confident person who was not ready to give up till the end. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അദ്ദേഹം വളരെ ഒരു കാമായിട്ടുള്ള മനുഷ്യനാണ്, വളരെ ശാന്തപ്രകൃതനാണ്, ശാന്തനായ ഒരു സ്വഭാവക്കാരനാണ്. കൂടാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ല ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയം തൊട്ട് അദ്ദേഹം വളരെ ഹാർഡായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷേ എന്താണ്, കുറേ സ്ട്രഗിൾ ചെയ്തിട്ടും അദ്ദേഹം അതിനെ വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ദി സീ. അദ്ദേഹത്തിൻ്റെ വിൽ പവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ്, ആ ഒരു മനോധൈര്യം എന്ന് പറയുന്നത് കടലിനേക്കാൾ എന്താണ്, വളരെ മുകളിലാണ്, അതിനേക്കാൾ ശക്തിയേറിയതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. വാട്ട് ഹാപ്പൻ ടു കാരബെല്ലോ ആൻഡ് കാസ്റ്റലോ? കാരബെല്ലോയ്ക്കും കാസ്റ്റലോയ്ക്കും പിന്നീട് എന്താണ് സംഭവിച്ചത്? കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക് വിത്ത് എ ജൈജാൻറ്റിക് വേവ്. അപ്പോൾ കാരബെല്ലോയുടെ കഴുത്തിന് തൂങ്ങിപ്പിടിച്ചിട്ടാണല്ലോ കാസ്റ്റലോ വരുന്നത്. അപ്പോൾ വലിയൊരു തിരമാല വന്ന സമയത്ത് ഇവർ രണ്ടുപേരും എന്താണ്, കടലിലേക്ക് അപ്രത്യക്ഷമായി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് വാസ് ദി അബ്സേർഡ് തിങ് ഡൺ ബൈ ദി നറേറ്റർ? അപ്പോൾ ഇവിടെ നമ്മുടെ നറേറ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു ബുദ്ധിശൂന്യമായ കാര്യം എന്തായിരുന്നു, ആ ഒരു വിഡ്ഢിത്തം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Knowing that he couldn't move forward, the narrator put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. എന്തായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു റാഫ്റ്റ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് നന്നായിട്ട് അദ്ദേഹത്തിന് അറിയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന തുഴയെടുത്തിട്ട് വെള്ളത്തിലേക്ക് എന്ത് ചെയ്തു, കുത്തിവെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു മൂവിങ് തടയാൻ വേണ്ടിയിട്ട്, അല്ലെ നമ്മൾ നങ്കൂരമിടുക എന്നൊക്കെ പറയില്ലേ, ആങ്കർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ റാഫ്റ്റ് മൂവ് ചെയ്യാതിരിക്കാൻ, ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഓർ എടുത്തിട്ട് അദ്ദേഹം വെള്ളത്തിലേക്ക് കുത്തിവെച്ചത്. പക്ഷെ അങ്ങനെ കുത്തിവെച്ചിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം കടലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്തായിരുന്നു, ഭയാനകം ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. ഹൗ ഡിഡ് എമഡോർ ആൻഡ് കാസ്റ്റലോ വാനിഷ്? എങ്ങനെയായിരുന്നു കാസ്റ്റലോയും അതുപോലെ കാരബെല്ലോയും വാനിഷ് ആയത്, അപ്രത്യക്ഷമായത് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചത്. കാസ്റ്റലോ വാസ് നോട്ട് വിയറിംഗ് എ ജാക്കറ്റ് ആൻഡ് ഹി ഗ്രിപ്ഡ് റൗണ്ട് കാരബെല്ലോസ് നെക്ക്. അപ്പോൾ കാസ്റ്റലോ ഇവിടെ ആ ഒരു ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കാരബെല്ലോ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരബെല്ലോയുടെ കഴുത്തിൽ തൂങ്ങിപ്പിടിച്ചിട്ടായിരുന്നു കാസ്റ്റലോ വന്നിരുന്നത്. ദോ Carabello struggled to reach the life raft of Velasco. He failed and vanished with Castello hanging onto his neck. അപ്പോൾ കാരബെല്ലോ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വെലസ്കോയുടെ ലൈഫ് റാഫ്റ്റിൻ്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താണ്, നമ്മുടെ കാരബെല്ലോയുടെ കൂടെ ആരും ഉണ്ടായിരുന്നു, കാസ്റ്റലോ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു ഡബിൾ ഹെവിനെസ് ആയിട്ട് നമ്മുടെ കാരബെല്ലോയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻപോട്ടേക്ക് നീന്തി വരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രണ്ടുപേരും എന്തായിപ്പോയത്, കടലിലേക്ക് അപ്രത്യക്ഷമായിട്ട് പോയത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. I made a last try. What was the last try made by Velasco? Was he successful in it? അപ്പം അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ അവസാനമായിട്ടൊരു ശ്രമം കൂടെ നടത്തി. ആ ശ്രമം എന്തായിരുന്നു, വെലസ്കോ നടത്തിയിട്ടുള്ള ആ ഒരു ശ്രമം എന്തായിരുന്നു, ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു, അത് സക്സസ്ഫുൾ ആയിരുന്നോ അതോ അല്ലയോ, അതാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ എന്താണ്? വെലസ്കോ tried to row towards Rengifo to rescue him. അപ്പോൾ വെലസ്കോ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? റെഞ്ചിഫോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹൗവർ ഹി വാസ് നോട്ട് സക്സസ്ഫുൾ. പക്ഷേ എന്തുകൊണ്ടോ
അദ്ദേഹത്തിന് അത് എന്തായില്ല, വിജയകരമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹി സാങ് ഫോർ എവോ ലെസ് ദാൻ 2 meters ഫ്രം ദി ഓർ. അപ്പം ഏകദേശം ഒരു ഈ റാഫ്റ്റിൻ്റെ 2 meter അകലെ വെച്ചിട്ടാണ് നമ്മുടെ റേഞ്ചിഫോ എന്തായത്, കടലിലേക്ക് എന്നേക്കുമായിട്ട് മുങ്ങിപ്പോയത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. I kept searching the water, hoping that someone would suffer soon. Did anyone come to the surface? Why? അപ്പം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ കടലിൻ്റെ മുകളിലേക്ക്, സർഫസിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയോടെ. എന്തായിരുന്നു, ആരെങ്കിലും അതിൻ്റെ മുകളിലേക്ക് വരും, എനിക്ക് ആരെങ്കിലും അതിൻ്റെ മുകളിലേക്ക് ആരെങ്കിലും തല എനിക്ക് കാണാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാനിങ്ങനെ കടലിനെ ഇങ്ങനെ തിരയുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ, അതിൻ്റെ ഉപരിതലത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണവും കൂടെ ചോദിച്ചിട്ടുണ്ട്. നോ, ഓൾ അതർ ഷിപ്പ്മേറ്റ്സ് വോ വാനിഷ്ഡ്. ഇല്ലായിരുന്നു അല്ലേ, കാരണം എന്താ, എല്ലാവരും അതിൽ അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു, എല്ലാവരും അതിൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. പിക്ക് ഔട്ട് ദ ഇമേജ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സൺ. അപ്പോൾ ഇതിൽ സൂര്യനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇമേജസ് ഏതാണ്, ഇമേജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സൺ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഹോട്ട് ആൻഡ് മെറ്റാലിക്. അപ്പോൾ സൂര്യനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഹോട്ട് ആൻഡ് മെറ്റാലിക് എന്നാണ്. ദ ഇമേജ് ഹിയർ ഈസ് ഓഫ് മെറ്റാലിക് ഓർ ഓഫ് മെറ്റൽ. അപ്പോൾ ഇവിടെ മെറ്റൽ എന്ന് പറയുന്നത് എന്താ, ലോഹം എന്നാണ് അല്ലേ, മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെ പറയാൻ കാരണം, വിച്ച് ഇൻ ഹോട്ട് സൺഷൈൻ ക്യാൻ ബി വെരി ഹോട്ട് ആൻഡ് ഗ്ലെയറിങ്. അത്രയും തീവ്രമായിട്ടുള്ള ആ ഒരു സൂര്യപ്രകാശത്തിൽ വളരെ നല്ല ചൂടും ഉണ്ടായിരുന്നു, അതുപോലെ നല്ല ഗ്ലെയറിങ് ആയിരുന്നു. ഗ്ലെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ, അത്രയ്ക്ക് തിളക്കമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സൂര്യനെ എന്താണ്, ഹോട്ട് ആൻഡ് മെറ്റാലിക് എന്ന് പറയാൻ ഇടയുണ്ടായത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 14. But I tried to resign myself to it. What did Velasco resign himself to? Okay. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു എന്ന്. ആ ഒരു വിഷമാവസ്ഥയെ ഞാൻ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ തയ്യാറായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു കാര്യം എന്തായിരുന്നു, എന്ത് യാഥാർത്ഥ്യത്തെ ആയിരുന്നു അദ്ദേഹം അംഗീകരിച്ചിരുന്നത്. The narrator resigned himself to the fact that he was alone at sea and had no food and water, but he tried to resign himself to it all. Okay. അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഉൾക്കൊണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതായിരുന്നു. അദ്ദേഹം എന്താണ്, തീർച്ചയായിട്ടും മനസ്സിലാക്കി, മറ്റാരും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല, കൂടാതെ എന്താണ്, ഞാൻ കടലിൽ ഇപ്പം ഒറ്റയ്ക്കാണ്, അതുകൂടാതെ എനിക്ക് കുടിക്കാനുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പം അത് മുഴുവനായിട്ട് അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. Why did Velasco splash water over his head? എന്തുകൊണ്ടാണ് വെലസ്കോ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇങ്ങനെ തെറിപ്പിക്കാൻ, സ്പ്ലാഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്? Velasco splashed water on his head as he had lost his cap and the sun was burning his head and skin. വെലസ്കോ അങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്യാപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, തൊപ്പി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൂര്യപ്രകാശം എന്ന് പറയുന്നത് അത്രയ്ക്ക് തീവ്രമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കിന്നും അതുപോലെ തലയൊക്കെ കത്തിക്കരിക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് തലയിലോട്ടേക്ക് അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള സൂര്യപ്രകാശം വന്നിട്ടുണ്ടായിരുന്നു. സോ ഹി സ്പ്ലാഷ്ഡ് വാട്ടർ ഓഫ് ഹിസ് ഹെഡ് ടു കൂൾ ഹിംസെൽഫ്. അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളം എടുത്തിട്ട് തലയിലേക്ക് ആക്കിയത്, കാരണം തണുപ്പ് കിട്ടാനായിട്ട്. ഓക്കെ, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. Question number 16. But when I did, I was startled. Why was Velasco startled? Okay. അപ്പോൾ അദ്ദേഹം എന്ത് കണ്ട സമയത്തായിരുന്നു അദ്ദേഹം ഭയന്നത്, പേടിച്ചത് എന്ത് കണ്ടപ്പോഴായിരുന്നു? When Velasco rolled up his trouser. ഓക്കെ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടത്? അദ്ദേഹത്തിൻ്റെ ട്രൗസർ ഒന്നിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ട്രൗസറാണ്, അപ്പോൾ അതൊന്നിങ്ങനെ മുക്കി പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് he startled because he saw a half moon shaped wound on the lower part of his knee. അപ്പോഴായിരുന്നു അദ്ദേഹം പേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടിൻ്റെ താഴെയായിട്ട് അദ്ദേഹം ഏകദേശം ഒരു ചന്ദ്രക്കല പോലെ തോന്നുന്ന ഒരു മുറിവ് അദ്ദേഹം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. He was not aware of how and when it happened. അപ്പം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നമ്പർ 17.
വാട്ട് were the items in the list of belongings of വെലസ്കോ? വെലസ്കോയുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളുടെ ലിസ്റ്റുകൾ എന്തൊക്കെയായിരുന്നു, സോറി ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഗോൾഡ് റിംഗ്, അല്ല ഒരു ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു വാച്ച്, എ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദ വെർജിൻ ഓഫ് കാരമൻ. അപ്പം കാരമനിലെ വെർജിൻ്റെ ഒരു മെഡൽ മീൻസ് ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെയിനിനോടൊപ്പം. ദെൻ കീസ് ടു ഹിസ് ലോക്കർ, 3 ബിസിനസ് കാർഡ്സ് എക്സെട്ര were the items in the list of his belongings. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോക്കറിൻ്റെ താക്കോലുകളും അതുപോലെ 3 ബിസിനസ് കാർഡ്സും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ഫിൽ ഇൻ ദ ഫോളോയിങ് മൈൻഡ് മാപ്പ് ഓഫ് ദ സ്റ്റോറി എ ഷിപ്പ് റെക്ക് സെയിലർ. അപ്പോൾ ഇവിടെ ഒരു മൈൻഡ് മാപ്പാണ് തന്നിരിക്കുന്നത്, ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പം അത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ക്യാരക്ടേഴ്സ് ആൻഡ് ദെയർ ഫീച്ചേഴ്സ് എന്നാണ്. കഥാപാത്രങ്ങളും അതുപോലെ അവരുടെ പ്രത്യേകതകളും. അതിൽ ഒരാളുടെ തന്നിട്ടുണ്ട്, വെലസ്കോ എന്ന് പറയുന്നത് ആ ഒരു ബോക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ബോക്സിൽ. ഓക്കെ, അവരുടെ ഒരു ഫീച്ചർ കൂടെ നമ്മൾ എഴുതണം. പിന്നെ അതുപോലെ വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ സീ. ഓക്കെ, സീയെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ഈവൻറ്റ്സ്, പ്രധാനപ്പെട്ട ഈവൻറ്റ്സുകൾ, കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുകൂടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ വേർഡ്സ് ഡിസ്ക്രൈബിങ് ലോൺലിനെസ്, അതുപോലെ ലോൺലിനെസ്സിനെ മീൻസ് എന്താണ്, ഒറ്റപ്പെടലിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സും ഇതുപോലെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ ക്യാരക്ടേഴ്സും അവരുടെ സ്പെഷ്യാലിറ്റീസും ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത് വെലസ്കോ ആണ്. അദ്ദേഹം ഒരു 20-year-old സെയിലറാണ്. ഓക്കെ, ഒരു 20 വയസ്സ് പ്രായമുള്ളൊരു നാവികനാണ്. നെക്സ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ജൂലിയോ അമാഡോർ കാരബെല്ലോ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നത് ടോൾ വെൽ ബിൽഡ് ഓഫീസർ, നല്ല ഹൈറ്റൊക്കെ ഉള്ള നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് കാരബെല്ലോ. മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് കാസ്റ്റലോ ആണ്. കാസ്റ്റലോ എങ്ങനെയാണ്, ഹെൽപ്ലെസ് വാസ് ക്ലിങ്ങിങ് ഓൺ ടു കാരബെലോസ് നെക്ക്, നിസ്സഹായനാണ്. അതുപോലെ അദ്ദേഹം എന്താണ്, കാരബെല്ലോയുടെ നെക്കിൽ പിടിച്ചിട്ടായിരുന്നു വന്നത്. ലൂയിസ് റെഞ്ചിഫോ ആണ് അടുത്ത ക്യാരക്ടർ. അദ്ദേഹം കാം ആൻഡ് കോൺഫിഡൻ്റ് ആണ്, വളരെ ഒരു ശാന്ത പ്രകൃതനാണ്. അതുപോലെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. ഓക്കെ, നെക്സ്റ്റ് റെയ്മൻ ഹെറേറ എന്ന് പറയുന്ന വ്യക്തി ഹാപ്പി യങ് മാൻ ഫ്രം അർജുന. അപ്പോൾ അർജുനയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹാപ്പി യങ് മാൻ ആണ് റെയ്മൻ ഹെറേറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ മെയിൻ ഈവൻറ്റ്സ്, പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അതിൽ ഫസ്റ്റ് വൺ, വെലസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ് were traveling from the port of Mobile to Colombia. അപ്പം മൊബൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള പോർട്ടിൽ നിന്ന് അവർ കൊളംബിയ വരെ വെലസ്കോയും അതുപോലെ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ഷിപ്പ്മേറ്റ്സും കൂടെ ട്രാവൽ ചെയ്യുകയായിരുന്നു. Their ship wrecked in the middle of the Caribbean Sea during a storm. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റ് വന്ന സമയത്ത് അവർ കരീബിയൻ സീയിൽ വെച്ചിട്ട് അവരുടെ കപ്പൽ എന്തായി, തകർന്ന് മുങ്ങിപ്പോയി. ഓക്കെ, അതിൽ മൂന്നാമത്തെ ഈവൻ്റ് എന്ന് പറയുന്നത് വെലസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ് were washed overboard into the sea. അപ്പോൾ കപ്പൽ തകർന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു, വെലസ്കോയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും കടലിലേക്ക് എന്താണ് എറിയപ്പെട്ടു. He floated on the raft for many days alone in the sea without food and water. അപ്പോൾ എന്താണ്, അദ്ദേഹം റാഫ്റ്റിൻ്റെ മുകളിൽ തന്നെ കുറച്ച് ദിവസം വരെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഭക്ഷണമോ വെള്ളമോ ഒന്നും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ അതായിരുന്നു മെയിൻ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വേർഡ്സ് ഡിസ്ക്രൈബ് ദ സീ, കടലിനെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്തത് ചോദിച്ചത്. ദ സീ വാസ് ക്ലിയർ, കടലെന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരുന്നു. ദ വേർഡ് ചോപ്പി വേവ്സ്, പക്ഷെ അവിടെ വലിയ വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു. ദ വാസ് ഹെവി ആൻഡ് ഹൗലിംഗ് വിൻഡ്, വളരെ ഭാരമുള്ളതും മീൻസ് എന്താണ്, അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ശക്തമായിട്ടുള്ള അതുപോലെ ഓരിയിടുന്ന തരത്തിലുള്ള കാറ്റ് അവിടെ ഉണ്ടായിരുന്നു. സംടൈംസ് ജൈജാൻറ്റിക് വേവ്സ് ടു, ചില സമയങ്ങളിൽ എന്താണ്, അതിഭീകരമായിട്ടുള്ള തിരമാലകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദ സീ വാസ് ലേർച്ചിങ്, കടൽ എങ്ങനെയായിരുന്നു, ലേർച്ചിങ് ആയിരുന്നു അല്ലേ, ഇങ്ങനെ ആടി ഉലഞ്ഞൊരു അവസ്ഥയിലായിരുന്നു കടലുണ്ടായിരുന്നത്. ബൈ നൂൺ ദ സൺ വാസ് ഹോട്ട് ആൻഡ് ഗ്ലെയറിങ് അറ്റ് സീ, ഒരു ഉച്ചയായ സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് വളരെ ഹോട്ടായിട്ടുണ്ടായിരുന്നു. കൂടാതെ കടലിലേക്ക് ഇങ്ങനെ എന്താണ്, വളരെ ഗ്ലെയറിങ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ വേർഡ്സ് ഡിസ്ക്രൈബിങ് ലോൺലിനെസ്, ഇവിടെ
ഏകാന്തത. ഓക്കെ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എന്ന് പറയുന്നത് വെലസ്കോ ഫെൽറ്റ് ലൈക്ക് ഹി വാസ് അട്ടർലി അലോൺ ഇൻ ദ സീ. അപ്പോൾ വെലസ്കോയ്ക്ക് തോന്നി അല്ലെങ്കിൽ ഫീൽ ചെയ്തു എന്താണ്, അദ്ദേഹം മാത്രമാണ് കടലിൽ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം തനിച്ചാണ് കടലിലുള്ളത് എന്നൊരു ഫീൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. He was as if in a sleep, and when he wakes up he realized that he was not alone. അപ്പോൾ ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലെ അല്ലെ, കുറച്ച് നേരത്തേക്ക് അദ്ദേഹം വേറെ ഏതോ ലോകത്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ അദ്ദേഹം പെട്ടെന്ന് എണീറ്റ സമയത്ത് റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി എന്താണ്, താൻ മാത്രമല്ല കടലിൽ തനിച്ചുള്ളത് എന്ന്. 2 or 3 hours alone in the sea was extraordinary for him. 2-3 മണിക്കൂർ കടലിലേക്ക് തനിച്ച് നിൽക്കുക, കടലിൽ തനിച്ച് നിൽക്കുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി ആക്ടിവിറ്റി നമ്പർ 2 ആണ്. You have identified the major events of the story, haven't you? Here's a graphic story for you. Study the pictures carefully and write the appropriate events from the story in the space provided. അപ്പം നമ്മൾ മേജർ ഈവൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫിക് സ്റ്റോറി നമുക്ക് തന്നിട്ടുണ്ട്, പിക്ചർ വെച്ചിട്ട് ഒരു സ്റ്റോറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പിക്ചർ നന്നായി നോക്കിയിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൈ ടു ആഡ് പോസിബിൾ ഡയലോഗ്സ് ടു, അതുപോലെ എന്താണ് ആവശ്യമായിട്ടുള്ള ഡയലോഗുകളും ആഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള സ്പേസും തന്നിട്ടുണ്ട്. നൗ യു ക്യാൻ നറേറ്റ് ദ സ്റ്റോറി ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വെലസ്കോ. അപ്പോൾ നമ്മളിവിടെ സ്റ്റോറി നറേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വെലസ്കോയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. വെലസ്കോ എങ്ങനെയാണോ പറയുന്നത് ആ ഒരു എന്താണ് ആ ഒരു എന്താ പറയുക വ്യൂവിലായിരിക്കണം, പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം നമ്മൾ ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സം ഈവൻസ് ആർ ഗിവൺ ടു ഹെൽപ്പ് യു. അപ്പോൾ കുറച്ച് ഈവൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, സഹായത്തിന് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ നോക്കൂ, ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, അദ്ദേഹം ഷിപ്പിലേക്ക് പോകാനുള്ളൊരു നിൽപ്പ് നിൽക്കുകയാണ് അല്ലേ, അതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത് അല്ലെ, വെലസ്കോ പറയുന്ന പോലെ തന്നെയാണ് അപ്പം പറയേണ്ടത്. അപ്പോൾ അതിൽ മൊബൈൽ അലബാമ USA February 28, 1955. 1955 ഫെബ്രുവരി 28 എന്താണ് മൊബൈൽ പോർട്ടിൽ അലബാമ, അവിടെയാണ് അവരിപ്പം നിൽക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യം എന്താണ്, ഐ ആം വെലസ്കോ, ഐ ആം എ സെയിലർ ആൻഡ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി. അപ്പം ഞാനൊരു നാവികനാണ്, അതുപോലെ ഈ ഒരു സ്റ്റോറിയുടെ നറേറ്റർ എന്ന് പറയുന്നത് ഞാനാണ്. ദാറ്റ്സ് കാൽഡാസ് മൈ ഷിപ്പ്, ഐ എം ട്രാവലിംഗ് ഫ്രം മൊബൈൽ. അപ്പം അതെൻ്റെ കാൽഡാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഷിപ്പാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു പോർട്ടിൽ നിന്ന് ഇപ്പോൾ കയറാൻ പോകുന്ന ഷിപ്പാണ്. ടു മൈ കൺട്രി കൊളംബിയ. അപ്പോൾ കൊളംബിയയിലേക്കാണ് ഞങ്ങളിവിടെ പോകാനായിട്ട് പോകുന്നത്. അതിൽ സെക്കൻഡ് പിക്ചർ നോക്കുമ്പോൾ അതിൽ കുറച്ച് ഡയലോഗ്സിൻ്റെ സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, എന്താണ്, ഐ ഹാവ് 4 ഷിപ്പ്മേറ്റ്സ്, ദർ ആർ കാരബെല്ലോ, കാസ്റ്റലോ, റെഞ്ചിഫോ ആൻഡ് ഹെറേറ. അപ്പം ഞങ്ങൾക്ക് എൻ്റെ കൂടെ 4 ഷിപ്പ്മേറ്റ്സ് കൂടെ ഉണ്ട്. അവരാരൊക്കെയാണ്, കാരബെല്ലോ, കാസ്റ്റലോ, റെഞ്ചിഫോ, അതുപോലെ ഹെറേറ. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ 4 പേരുടെ നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 പേരുടെ നെയിം എന്ത് ചെയ്യുക, ആ കൊടുത്തിരിക്കുന്ന സ്പേസിലേക്ക് എഴുതുക. ഇനി നിങ്ങൾ ബാക്കിയുള്ള പിക്ചേഴ്സൊക്കെ വളരെ എന്താ പറയുക സൂക്ഷ്മമായിട്ട് നോക്കുക, അതിലുള്ള സ്പെഷ്യാലിറ്റീസ് എന്താണ്, കപ്പലായാലും അതുപോലെ അതിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് എഴുതുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ സെക്കൻഡ് പറഞ്ഞല്ലോ, അവരുടെ നെയിംസൊക്കെയാണ് ഇപ്പം നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ അവരുടെ ഡയലോഗ്സും അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഐ ഹാവ് 4 ഷിപ്പ്മേറ്റ്സ്, ദേ ആർ കാരബെല്ലോ, കാസ്റ്റലോ, റെഞ്ചിഫോ ആൻഡ് ഹെറേറ. അപ്പോൾ അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് എന്തെഴുതാം, ജൂലിയോ അമാഡോ കാരബെല്ലോ ഈസ് ദ ഓഫീസർ ഓൺ വാച്ച് ഡ്യൂറിങ് ദ വോയേജ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങളുടെ കൂടെ വരുന്ന ഓഫീസർ എന്ന് പറയുന്നത് കാരബെല്ലോ ആണ്. ഓക്കെ, അതുകൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. മൂന്നാമത്തെ പിക്ചർ നോക്കൂ. അപ്പോൾ എന്താണ് ആ മൂന്നാമത്തെ പിക്ചറിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഐ ഡോണ്ട് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഹാപ്പൻഡ്. എനിക്ക് ഒരു ഐഡിയയും ഇല്ല എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയയും ഇല്ല. ഡ്യൂറിങ് എ സ്റ്റോം അവർ ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻടു എൻ അബേസ് ആൻഡ് ഡിസപ്പിയർഡ്. അല്ല, അപ്പോൾ അവിടെ ഒരു കപ്പലിൻ്റെ തകർച്ചയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ വലിയൊരു തിരമാല വന്ന സമയത്ത്, കൊടുങ്കാറ്റ് വന്ന സമയത്ത് കപ്പൽ എന്താവുമായിരുന്നു, അവിടെയുള്ളൊരു ഗർത്തത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അതുപോലെ കാണാതാവുകയും ആയിരുന്നു.
അതുപോലെ നാലാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? എല്ലാവരും ചിന്നി ചിതറിയല്ലേ കടലിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാവരും ആ സർഫസിൽ ഉപരിതലത്തിലുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ തന്നെ ശ്രമിച്ച് നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ വെലസ്കോ ചെയ്യുന്നത് എന്താണ്? റാഫ്റ്റ് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ സ്പേസിൽ നമുക്ക് എന്ത് എഴുതാം? മൈ ഷിപ്പ്മേറ്റ്സ് were washed overboard into the sea and the cargo scattered on the surface. അപ്പം ഞാനും അതുപോലെ എൻ്റെ ഷിപ്പ്മേറ്റ്സും എന്താണ് കടലിലേക്ക് എറിയപ്പെടുകയായിരുന്നു. കപ്പൽ തകർന്നതോടുകൂടി ഞങ്ങൾ കടലിലേക്ക് സ്വാഭാവികമായിട്ടും കടലിലേക്ക് എറിയപ്പെടുകയായിരുന്നു. അതുപോലെ ഞങ്ങളെല്ലാ ഓരോ ഭാഗത്തേക്കായിരുന്നു തെറിച്ചു വീണത്. അപ്പം എല്ലാവരും ഇങ്ങനെ പൊങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എന്താണ് ഒരു റാഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആ ഒരു അഞ്ചാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് എന്താണ്? കാരബെല്ലോ അതുപോലെ കാസ്റ്റലോ ആണ്. അവർ രണ്ടുപേര് വെലസ്കോയുടെ അടുത്തേക്ക് പോകുന്ന ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു ഡയലോഗിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയലോഗ് വരുന്നത് എന്താണ്? ഇവർ രണ്ടുപേരും കൂടെ വെലസ്കോയോട് പറയുന്ന ഒരു ഡയലോഗാണ്. ഫെറ്റ്സോ ഡ്രോ ഓവർ ഹിയർ, ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വരൂ എന്നാണ് അവർ രണ്ടുപേരും കൂടെ വെലസ്കോയോട് പറയുന്നത്. ഓക്കെ, കാരബെല്ലോ ആൻഡ് കാസ്റ്റലോ were trying hard to reach the life raft I was drawing. അപ്പം ഞാൻ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു റാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കാരബെല്ലോയും അതുപോലെ കാസ്റ്റലോയും എന്താണ് വളരെ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു സ്പേസ് കണ്ടോ? ഒരു ആറാമത്തെ പിക്ചർ നോക്കൂ കേട്ടോ. അതിൽ എന്താണ് കാണുന്നത്? നമ്മുടെ വെലസ്കോ റെയ്മൻ ഹെറേരയെ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഇവൻ്റ് ആണ് അവിടെ പറയുന്നത്. ഐ സോ റെയ്മൻ ഹെറേര ഫാർ അവേ, ഞാൻ കുറച്ച് ദൂരെയായിട്ട് റെയ്മൻ ഹെറേരയെ കാണുന്നുണ്ടായിരുന്നു. ഐ ട്രൈ ടു പെഡൽ ഫ്യൂരിയസ്ലി ടു റീച്ച് ഹിം, ദ വിൻഡ് വാസ് അഗെയിൻസ്റ്റ് മീ. അപ്പോൾ ഞാൻ വളരെ ശക്തമായിട്ട് എനിക്ക് കഴിയാവുന്ന ആ ഒരു മാക്സിമം വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റെന്ന് പറയുന്നത് എനിക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു. ആൻഡ് ഐ കുഡ് നോട്ട് അഡ്വാൻസ് മോർ ദൻ എ മീറ്റർ ഇൻ ദാറ്റ് ലർച്ചിങ് സീ. അപ്പോൾ എനിക്കൊരു മീറ്റർ പോലും എനിക്ക് മുന്നോട്ടേക്ക് തുഴഞ്ഞു പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു കാറ്റ് അത്രയ്ക്ക് ശക്തമായിട്ടായിരുന്നു എൻ്റെ എതിരെ വന്നിരുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ പിക്ചറിൽ കാണുന്നത് എന്താണ്? റെയ്മൻ ഹെറേരയെ നമ്മുടെ വെലസ്കോ രക്ഷിക്കാൻ നടത്തുന്ന പരിശ്രമമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഈവൻ്റാണ് അവിടെ കാണാൻ പറ്റുന്നത്. അവിടെ ഒരു ഡയലോഗ് കൊടുക്കുന്നുണ്ട്. അപ്പം ഡയലോഗ് പറയുന്നത് വെലസ്കോ ആണ്. റാഫ്റ്റിൽ ഇരുന്നിട്ട് വെലസ്കോ ആണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഡയലോഗ് എന്താണ്? കം ഓൺ, ട്രൈ ഐ കാൻറ്റ് റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. അപ്പം ശ്രമിക്കൂ, വരൂ നന്നായിട്ട് ശ്രമിക്കൂ, കാരണം എനിക്ക് കാറ്റിനെതിരെയായിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്ന ആ ഒരു ഡയലോഗ്. അപ്പം അവിടെ നടക്കുന്ന ആ ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് ഐ കുഡ് നോട്ട് റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, എനിക്ക് കാറ്റിനെതിരെയായിട്ട് തുഴഞ്ഞു പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഐ യെൽഡ് ഔട്ട് മേറ്റ്സ് ടു ട്രൈ ടു സ്വിം ടുവേർഡ്സ് മൈ ലൈഫ് റാഫ്റ്റ്. അപ്പോൾ എന്താണ്, ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ നിലവിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ റാഫ്റ്റിൻ്റെ അടുക്കിലേക്ക് വേഗം തുഴഞ്ഞു വരൂ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. but they would not hear my word in the wind. പക്ഷേ എന്താണ്, അവർ ഈ കാറ്റിൻ്റെ ശക്തി കൊണ്ട് തന്നെ അവർ എന്താണ് ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഐ ഹാഡ് ടു വിറ്റ്നസ് ഹെൽപ്ലെസ്ലി മൈ മേറ്റ്സ് സിങ്കിങ് ഇൻ ദ വാട്ടർ. അപ്പോൾ എന്താണ്, എനിക്ക് വളരെ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് നോക്കി നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്? അവർ കടലിലേക്ക് മുങ്ങി താഴുന്നത് എനിക്ക് നിസ്സഹായനായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എട്ടാമത്തെ ആ ഒരു പിക്ചറാണ്. എട്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അദ്ദേഹം വളരെ എന്താണ് ഒച്ചത്തിലിങ്ങനെ നിലവിളിച്ച് പറയുകയാണ്. അവിടെ 4 കൈകൾ നമുക്ക് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് കാരബെല്ലോ അതുപോലെ കാസ്റ്റലോ ആണ് കേട്ടോ. അപ്പോൾ അവരോട് പറയുന്ന കാര്യമാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഡയലോഗ് എന്താണ്? ഹേ കാരബെല്ലോ കാസ്റ്റലോ ട്രൈ ടു സ്വിം ടുവേർഡ്സ് മീ. അപ്പോൾ കാരബെല്ലോ കാസ്റ്റലോ, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് സ്വിം ചെയ്ത് വരാനായിട്ട് ശ്രമിക്കൂ. ഐ കാൻറ്റ് റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. കാറ്റിനെതിരായിട്ട് എനിക്ക് വരാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം ഒച്ചത്തിൽ വിളിച്ച് പറയുന്നത്. ആ ഒരു ഈവൻ്റ് എന്താണ്? ഐ ഫെൽറ്റ് ദ റാഫ്റ്റ് ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ. അപ്പോൾ ആ ഒരു ദുർഘടം പിടിച്ച കടലിൻ്റെ അകത്ത് എനിക്ക് റാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
A gigantic wave lifted my raft and I could reach my mates. അപ്പോൾ വലിയൊരു തിരമാല വന്ന സമയത്ത് എനിക്ക് അവരുടെ അടുക്കലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരബെല്ലോ ആൻഡ് കാസ്റ്റലോ ഓൾസോ ഡ്രോൺ ഇൻ ഫ്രണ്ട് ഓഫ് മീ. പക്ഷേ എന്താണ്, കാരബെല്ലോയും കാസ്റ്റലോയും അപ്പോഴേക്കും എൻ്റെ മുമ്പ് തന്നെ അവർ മുങ്ങി താഴുകയായിരുന്നു. കാസ്റ്റലോ വാസ് സ്റ്റിൽ ഹാങ്ങിങ് ഓൺ ടു കാരബെല്ലോസ് നെക്ക്. ആ സമയത്തും കാസ്റ്റലോ എന്താണ്, കാരബെല്ലോയുടെ കഴുത്തിന് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു, പിടിവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി 9th പിക്ചറിൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, അദ്ദേഹം നമ്മുടെ റെയ്മൻ ഹെററയാണ് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് അതിൽ പറയുന്നത് കേട്ടോ. ഐ നോട്ടീസ്ഡ് റെഞ്ചിഫോ ആണ് കേട്ടോ. ഐ നോട്ടീസ്ഡ് റെഞ്ചിഫോ സ്റ്റിൽ ട്രൈയിങ് ഹാർഡ് ടു സ്റ്റേ എഫ്ലോട്ട് ആൻഡ് സ്വിമ്മിങ് ടുവേർഡ് മീ. ഓക്കെ, ഇപ്പം ഞാൻ കാണുന്നുണ്ടായിരുന്നു റെഞ്ചിഫോ വളരെ പരിശ്രമിച്ചിട്ടാണ് എൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹി വാസ് ഹോൾഡിങ് ഹിസ് ഹെഡ്ഫോൺസ് ലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അദ്ദേഹത്തിൻ്റെ വലത് കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. അപ്പം അത് നനയ്ക്കാതെ അദ്ദേഹം മുകളിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഐ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ഹി വുഡ് റീച്ച് മൈ റാഫ്റ്റ്. അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്താണ്, അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി പിക്ചർ 10ാമത്തെ പിക്ചറാണ്. അതിലും അതുപോലെ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത്, ഓ റെഞ്ചിഫോ, ഐ വിൽ ഹോൾഡ് ഔട്ട് ദ ഓർ ടു യു ട്രൈ ടു ക്യാച്ച് ഇറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പങ്കായം അല്ലെ, ആ ഒരു ഓർ അദ്ദേഹം റെഞ്ചിഫോയ്ക്ക് പിടിക്കാൻ പാകത്തിന് കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഈവൻ്റ് എന്ന് പറയുന്നത്, റെഞ്ചിഫോ ബിക്കെയിം ടയേർഡ് ആൻഡ് ലോസ്റ്റ് ഹിസ് ഹാർട്ട്. അല്ലേ, റെഞ്ചിഫോ ഒരുപാട് പരിശ്രമിച്ചതിനൊടുവിൽ എന്താവുമായിരുന്നു, ക്ഷീണിക്കുകയായിരുന്നു. ഹി വാസ് വിതിൻ 2 meters ഫ്രം മീ ബട്ട് ഹി സാങ് ഫോർ എവോ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്, സ്റ്റിൽ ഹോൾഡിങ് ഹിസ് റൈറ്റ് ഹാൻഡ് അപ്പ് ആൻഡ് കാളിങ് ടു മീ ഫാറ്റ്സോ ഫാറ്റ്സോ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഏകദേശം എൻ്റെ ഒരു റാഫ്റ്റിൻ്റെ 2 meter അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൺമുൻപിൽ വെച്ചിട്ട് എന്നേക്കുമായിട്ട് അദ്ദേഹം ഈ കടലിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. സ്റ്റിൽ ഹോൾഡിങ് ഹിസ് റൈറ്റ് ഹാൻഡ് അപ്പ് ആൻഡ് കാളിങ് ടു മീ ഫാറ്റ്സോ ഫാറ്റ്സോ. അപ്പോഴും അദ്ദേഹം കൈമുകളിലേക്ക് പൊക്കിയിട്ട് ഫാറ്റ്സോ ഫാറ്റ്സോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിൽ ആ 11ാമത്തെ പിക്ചർ നോക്കുമ്പം എന്താ മനസ്സിലാവുന്നത്, അവിടെ ഒരു സൂര്യൻ്റെ ചിത്രമൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, അത് എക്സാക്ട്ലി നൂൺ ടൈം ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇറ്റ് വാസ് എക്സാക്ട്ലി നൂൺ ടൈം അല്ലേ. ദ സൺ വാസ് ഹോട്ട് ആൻഡ് മെറ്റാലിക്. സൺ എങ്ങനെയായിരുന്നു, ഹോട്ട് ആൻഡ് മെറ്റാലിക് ആയിരുന്നു. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ വിത്ത് മീ. എൻ്റെ കയ്യിൽ വെള്ളമോ വാട്ടറോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഐ വുഡ് ഹാവ് ടു സ്റ്റേ അലോൺ 2 or 3 hours അറ്റ് ദ സീ ബിഫോർ റെസ്ക്യൂഡ്. അപ്പം ഞാൻ എന്തായാലും ഒരു 2-3 മണിക്കൂറോളം കടലിൽ തനിച്ചിരിക്കേണ്ടി തന്നെ വരും. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറിലി ലോങ് ടൈം ടു ബി അലോൺ അറ്റ് സീ. അതെന്നെ സംബന്ധിച്ച് എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. ഇനി ആ ലാസ്റ്റ് പിക്ചറാണ്. അതിൽ അദ്ദേഹം ഇങ്ങനെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എടുത്ത് നോക്കുന്നൊരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. എനിക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. ഐ ലുക്ക്ഡ് അറ്റ് മൈ ബിലോങ്ങിങ്സ്. ഞാൻ എൻ്റെ ബിലോങ്ങിങ്സിലേക്ക് നോക്കാനായിട്ട് തുടങ്ങി. ഐ ഹാവ് എ വാച്ച്, എ ഗോൾഡ് റിംഗ്, കീസ് ടു മൈ ലോക്കർ ആൻഡ് 3 ബിസിനസ് കാർഡ്സ്. എൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നു, ഒരു ഗോൾഡ് റിംഗ് ഉണ്ട്, അതുപോലെ താക്കോലുകളുണ്ട്, കൂടാതെ ബിസിനസ് കാർഡ്സും ഉണ്ട്. ആക്ടിവിറ്റി 3, വിച്ച് ഈവൻറ്റ് ഇൻ ദ സ്റ്റോറി ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ട്രാജിക്. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് വളരെ ട്രാജിക് ആയിട്ട് ഫീൽ ചെയ്ത്, ദുരന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഈവൻറ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം കൂടെ എഴുതാൻ പറയുന്നുണ്ട്. ഈവൻറ്റ് എന്തായിരുന്നു? കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. അപ്പം കാസ്റ്റലോ കാരബെല്ലോയുടെ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വല്ലാത്ത സ്ട്രഗ്ലിംഗ് ആയിരുന്നു ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കടലിലേക്ക് മുങ്ങിപ്പോയി, ഒരുമിച്ച് അപ്രത്യക്ഷമായി. അതായിരുന്നു അത്രയ്ക്ക് ട്രാജിക് ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ദേ വർ ലെസ് ദാൻ 3 meters എവേ ഫ്രം വാലസ്കോസ് റാഫ്റ്റ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ വാലസ്കോയുടെ അടുത്തേക്ക് എത്തിയത് തന്നെ അല്ലേ. കാരണം കാസ്റ്റലോയെ കൂടെ പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എത്തി അവസാനം റാഫ്റ്റിൻ്റെ ഒരു 2-3 meter അകലെയായിട്ടായിരുന്നു അവസാനം എത്തിയിരുന്നത്.
വിച്ച് മീൻസ് എന്താണ്, അവർ ഏകദേശം രക്ഷപ്പെടാനുള്ള ഒരു പരുവത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹി കുഡ് ഹോൾഡ് ഔട്ട് എൻ അവർ ഫോർ ദം ടു ഗ്രാബ്. അപ്പം വെലസ്കോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കയ്യിലുണ്ടായിരുന്ന ഓർ എടുത്തിട്ട് അവർക്ക് പിടിക്കാൻ പാകത്തിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് മൊമെന്റ് എ ജൈജാന്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. ആ ഒരു സമയത്തായിരുന്നു റാഫ്റ്റിനെ വലിയൊരു തിരമാല വന്നിട്ട് റാഫ്റ്റ് എന്തായി പോയത്, അവിടെ നിന്ന് മുങ്ങിപ്പോയത്. കൂടാതെ കാരബെല്ലോയും കാസ്റ്റലോയും അവിടെ നിന്ന് വാനിഷ്ഡ് ആയത്. ലെറ്റ്സ് എൻറിച്ച് അവർ വൊക്കാബുലറി. അതിലെ ആക്ടിവിറ്റി നമ്പർ 1 ആണ് ലുക്ക് അറ്റ് ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് അതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസ് ആണ് മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. എൻ്റെ ധാരണ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഞാൻ തീർത്തുമാണ് കടലിലുള്ളത്, വേറെ ആരും ഇല്ല, ഞാൻ തനിച്ചാണ് എന്നതായിരുന്നു എൻ്റെ ധാരണ. ഓക്കെ, അതാണ് ആ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഹിയർ ദ നറേറ്റർ ഡിസ്ക്രൈബ്സ് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക് ഇൻ ഫസ്റ്റ് പേഴ്സൺ. അപ്പോൾ ഇവിടെ നറേറ്റർ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അദ്ദേഹം സ്വയം പറയുകയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ മൈ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഹൗ വുഡ് ദ സെൻറ്റൻസ് ചേഞ്ച് ഇഫ് ഹി എക്സ്പ്രസ് ദ സെയിം ഇൻ തേർഡ് പേഴ്സൺ. ഇപ്പോൾ അതൊരു തേർഡ് പേഴ്സൺ വ്യൂവിൽ നിന്നിട്ടാണ് പറയുന്നതെങ്കിൽ ഈ സെയിം സെൻറ്റൻസ് എങ്ങനെയാണ് മാറുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എന്താണ്, വേറൊരാൾ ഈ സെയിം സെൻറ്റൻസ് പറയുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് പേഴ്സൺ എന്ന് മാറിയിട്ട് തേർഡ് പേഴ്സൺ ആവുമ്പോൾ എങ്ങനെയാണ് വരിക? ഡാഷ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഡാഷ് വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദി ഓഷ്യൻ. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിലായിരുന്നപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് മൈ ഫസ്റ്റ് ഇംപ്രഷൻ എന്നായിരുന്നു. അതുപോലെ ഐ വാസ് അറ്റർലി എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പേഴ്സൺ ആവുമ്പോൾ ഹി എന്നാവും, ഐ എന്നുള്ളത് ഹി ആവും. അതുപോലെ മൈ എന്ന് പറയുന്നത് ഇവിടെ ആരാണ്, വെലസ്കോ ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ നെയിം ആകും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ വെലസ്കോയുടെ ആദ്യത്തെ ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം കടലിൽ തനിച്ചായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സണിലേക്ക് മാറിയപ്പം വന്ന ചേഞ്ച് ഇതാണ് കേട്ടോ. The possessive form of nouns are made by adding s to the nouns. അപ്പം നൗണിൻ്റെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ആർ മെയ്ഡ് ബൈ. എങ്ങനെയാണ് അത് പൊസസീവ് ഫോം ആയിട്ട് മാറുന്നത്? നൗണിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോഴാണ് അതൊരു പൊസസീവ് ഫോം ആയിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു സജിന എന്ന എക്സാമ്പിൾ ഇവിടെ കൊടുത്തല്ലോ, സജിനയുടെ ബുക്ക്. അപ്പോൾ സജിന എന്ന് പറയുന്നത് ഒരു നൗണാണ് അവിടെ, ബുക്ക്. അതുപോലെ സജിന ഉണ്ട്, അതുപോലെ ബുക്ക് എന്നുള്ളതുണ്ട്. അതെപ്പോഴാണ് ഒരു പൊസസീവ് ഫോം ആവുന്നത്? സജിനാസ് ബുക്ക്, സജിനയുടെ ബുക്ക് എന്ന് പറയുമ്പോഴാണ് ആ നൗണിൻ്റെ ഒരു പൊസസീവ് ഫോമിലേക്ക് മാറുന്നത്. ഇപ്പോൾ അതുപോലെ രാഹുൽ എന്ന് പറയുമ്പോൾ രാഹുൽസ് എന്നാകുമ്പോൾ എന്തായി അതിൻ്റെ അർത്ഥം? രാഹുലിൻ്റെ എന്നായി. അപ്പോൾ രാഹുലിൻ്റെ ബാറ്റ്. അപ്പോൾ അവിടുത്തെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായത്? അവിടെ എസ് ചേർത്തപ്പോഴാണ്. ദ പൊസസീവ് ഫോംസ് ഓഫ് ദ പ്രൊനൗൺസ് വി, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ്. യൂസ് ഈച്ച് പ്രൊനൗൺ ആൻഡ് ഇറ്റ്സ് പൊസസീവ് ഇൻ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ ദ പൊസസീവ് ഓഫ് ദി പ്രൊനൗൺസ്, അപ്പോൾ ഇവിടെ കുറച്ച് പ്രൊനൗൺസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? വി, യു, ഹി, ഷീ, ദേ ആൻഡ് ഇറ്റ്. അപ്പം ഇതാണ് കൊടുത്തിരിക്കുന്ന പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പൊസസീവ് ഫോംസ് ഉണ്ടാക്കാനാണ്. അതുകൂടാതെ ആ പൊസസീവ് ഫോംസ് വെച്ചിട്ട് സെൻറ്റൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലപ്പം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണ്? വി എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ വി എന്ന് പറയുമ്പോൾ ദ പൊസസീവ് ഫോം ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്? അവർ എന്നാണ് കേട്ടോ. വി എന്നതിൻ്റെ പൊസസീവ് ഫോം അവർ എന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വി ഷുഡ് റെസ്പെക്റ്റ് അവർ പാരൻസ്. നമ്മൾ നമ്മുടെ പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം. വി ഷുഡ് റെസ്പെക്റ്റ് അവർ പാരൻസ്. അപ്പോൾ വിയുടെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് അവർ എന്നാണ്. നെക്സ്റ്റ് ദ പൊസസീവ് ഫോം ഓഫ് യു എന്ന് പറയുന്നത് എന്താണ്? യുവർ ആണ് കേട്ടോ. യു എന്ന പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം എന്ന് പറയുന്നത് യുവർ എന്നാണ്. ഹാവ് യു ഇൻഫോംഡ് യുവർ ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ ടീച്ചറെ ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആണ്, നമ്മളത് വെച്ചിട്ടുണ്ടാക്കിയ സെൻറ്റൻസ് ആണ്. ഇനി അതുപോലെ അടുത്തത് എന്ന് പറയുന്നത് ഹി എന്ന പ്രൊനൗണിൻ്റെതാണ്. അപ്പോൾ പൊസസീവ് ഫോം ഓഫ് ഹി എന്താണ്? ഹിസ് എന്നാണ് കേട്ടോ. ഹി എന്ന പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം ഹിസ് എന്നാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് എന്താണ്? ഹി ഡസ് ഹിസ് ഡ്യൂട്ടി വെൽ. നെക്സ്റ്റ് ഷീയുടെ പൊസസീവ് ഫോം എന്താണ്? ഹെർ. ദ പൊസസീവ് ഫോം ഓഫ് ഷീ ഈസ് ഹെർ. She always helps her mother. Okay. ഇനി അടുത്തത് they എന്നതിൻ്റെ പൊസസീവ് ഫോം. The possessive form of they is their. They could not reach their home. Okay. The possessive form of it എന്താണ്? Its. The ship started the voyage from Mobile, but it did not
reach its destination. It did not reach its destination. അപ്പോൾ it എന്ന് പറയുന്ന പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോമാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഐ എന്ന് പറയുന്നതിൻ്റെ ഐ എന്ന പ്രൊനൗണിൻ്റെ പൊസസീവ് ഫോം എന്താണ്? മൈ എന്നാണ് കേട്ടോ. ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഐ കുഡ് നോട്ട് സേവ് മൈ മേറ്റ്സ്. അപ്പോൾ മനസ്സിലായില്ലേ പൊസസീവ് ഫോം എന്താണ് എന്നുള്ളത്? ഓക്കെ, ഇനി അതിലുള്ള ആക്ടിവിറ്റി നമ്പർ 2 ആണ്. ലുക്ക് അറ്റ് സം ഓഫ് ദ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസപ്പിയർഡ്, ഇൻഡെഫിനിറ്റ്ലി, റീഅഷ്യൂറിംഗ്. 4 വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദ സഫിക്സസ് ly, ed ആൻഡ് ing ആർ യൂസ്ഡ് ആഫ്റ്റർ ദ റൂട്ട് വേർഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇവിടെ ഈ 4 വേർഡിനും 3 വേർഡ്സിന് യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? സഫിക്സസ് ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർഡിന് ശേഷം വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഇവിടുത്തെ റൂട്ട് വേർഡ്, ഇപ്പം അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയുമ്പം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് എന്താണ്? റൂട്ട് വേർഡ് എന്താണ്? അൺഎക്സ്പെക്റ്റ് എന്നുള്ളതാണ്. അവിടെ ly ചേർത്തപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ly ചേർത്തപ്പോഴാണ് അവിടെ ly എന്ന് പറയുന്നതാണ് അതിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? ed യൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡിസപ്പിയർഡ്. അപ്പോൾ ഡിസപ്പിയർ എന്ന് പറയുന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ സഫിക്സ് ആയിട്ടുള്ള ed യൂസ് ചെയ്തപ്പോഴാണ് ഡിസപ്പിയർഡ് എന്നായത്. അതുപോലെ റീഅഷ്വറിംഗ് എന്ന് പറയുന്നതിൻ്റെ റൂട്ട് വേർഡ് എന്താണ്? റീഅഷ്വേർഡ് എന്നാണ്. അതിൻ്റെ കൂടെ ing എന്ന സഫിക്സ് വേർഡ് ചേർത്തപ്പം എന്തായി? റീഅഷ്വറിംഗ് എന്ന് ആയി. You can also see that some elements are added before the root word. അപ്പോൾ ഇവിടെ നമ്മൾ വേർഡിൻ്റെ പിറകിൽ ചേർത്തിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേർഡ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് സഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ വേർഡിൻ്റെ മുൻപിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അൺ, അതുപോലെ ഡിസ്, dis, പിന്നെ ഇൻ, in ആൻഡ് re റെസ്പെക്റ്റീവ്ലി, ഇവയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഒരു വേർഡിൻ്റെ റൂട്ട് വേർഡിൻ്റെ മുൻപിൽ. ഓക്കെ, അപ്പോൾ ദീസ് ആർ എക്സാമ്പിൾ ഓഫ് പ്രിഫിക്സസ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിലെ പ്രിഫിക്സസിൻ്റെ എക്സാമ്പിൾ ആണത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് സഫിക്സ് ആയിരുന്നു. ഒരു വേർഡിന് ശേഷം വരുന്നതിന് നമ്മൾ സഫിക്സ് എന്നും അതുപോലെ വേർഡിൻ്റെ മുൻപിൽ വരുന്നതിന് പ്രിഫിക്സ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രിഫിക്സ് നമ്മൾ കോമൺലി കാണുന്നത് അൺ, ഡിസ്, ഇൻ ആൻഡ് re എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന 4 വേർഡിൽ നിങ്ങൾക്കത് കാണാം. അൺഎക്സ്പെക്റ്റഡ്ലി, അപ്പോൾ എക്സ്പെക്റ്റഡ്ലി എന്ന് പറയുന്നതിൻ്റെ പ്രിഫിക്സ് എന്താണ്? un ആണ്. അതുപോലെ ഡിസപ്പിയേർഡ്, അപ്പോൾ അപ്പിയേർഡ് എന്നുള്ളതാണ് റൂട്ട് വേർഡ്. അതിൻ്റെ കൂടെ ഡിസ് ചേർത്തപ്പം എന്തായി? ഡിസപ്പിയേർഡ് എന്നായി. അതാണ് അതിൻ്റെ പ്രിഫിക്സ്. ഡിസ് ആണ് അതിൻ്റെ പ്രിഫിക്സ്. ഇൻഡെഫിനിറ്റിയിൽ in എന്നുള്ളതാണ്. അതുപോലെ റീഅഷ്വറിങ്ങിൽ re എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫിൽ ദ ഫോളോയിങ് ടേബിൾ വിത്ത് പ്രിഫിക്സ്ഡ് വേർഡ്സ് ഐഡൻറ്റിഫൈഡ് ഫ്രം ദ സ്റ്റോറി ആർ വിത്ത് സച്ച് വേർഡ്സ് ഫ്രം എ ഡിക്ഷണറി. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് പ്രിഫിക്സ് ചേർത്തിട്ടുള്ള വേർഡ്സ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിക്ഷണറിയിൽ നിന്ന് നോക്കിയിട്ടും എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രിഫിക്സസ് ഏതൊക്കെയാണ്? un, അൺ, അതുപോലെ dis, ഡിസ്, പിന്നെ in, അതുപോലെ re എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം un വെച്ചിട്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്, അൺലക്കി, അൺഹാപ്പി, അൺഏബിൾ. അപ്പോൾ അതിൻ്റെയൊക്കെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഫോർച്ചുനേറ്റ്, ലക്കി, ഹാപ്പി, ഏബിൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പ്രിഫിക്സ് ആയിട്ടുള്ള un ചേർത്തപ്പോഴാണ് വേർഡ് മാറിയിരിക്കുന്നത്. അതുപോലെ ഡിസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്ലോസ്, ഡിസഗ്രി, ഡിസപ്പോയിൻറ്റ്, ഡിസ്കറേജ്. അതുപോലെ in യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ്, പ്രിഫിക്സ് യൂസ് ചെയ്തിരിക്കുന്ന എന്തിലൊക്കെയാണ്? ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻവിസിബിൾ, ഇൻഡീസെൻറ്റ്, ഇൻജസ്റ്റിസ്. അതുപോലെ re യൂസ് ചെയ്തിരിക്കുന്നത് റീട്രൈ, റീഗെയിൻ, റീസ്റ്റാർട്ട്, റീയൂസ്. അപ്പം ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇങ്ങനെ പ്രിഫിക്സും സഫിക്സും ഒക്കെ വരുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിക്ഷണറിയിൽ നോക്കിയൊക്കെ ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇനി അതിലെ ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് പിക്കിംഗ് അപ്പ് ദ റൈറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാസേജും തന്നിട്ടുണ്ട്. അപ്പോൾ പാസേജിന് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡ്സ് എന്തൊക്കെയാണ്? ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കണ്ടംപ്ലേറ്റ്, സർഫസ്, എവിഡൻസ്. ഇവയൊക്കെയാണ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാസേജ് എന്താണ്? ഐ കാൺട്ട് ഡാഷ് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി അലോൺ. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഐ കാൺട്ട് കണ്ടംപ്ലേറ്റ് what it would be like to be alone. Next എന്താണ്? My dash of it is really frightening. My impression of it is really frightening. Okay, next I am saying this based on the dash the dash I got from my reading.
അവിടെ വരും എന്താണ്, ഐ എം സീയിങ് ദിസ് ബേസ്ഡ് ഓൺ ദി എവിഡൻസ്. എവിഡൻസ് ഐ ഗോട്ട് ഫ്രം മൈ റീഡിങ്. നെക്സ്റ്റ്, ഐ ഓൾസോ ഡാഷ് ദാറ്റ് ഫ്ലോട്ടിംഗ് ഓൺ ദി ഡാഷ് of the sea on a boat alone is a more frightening experience than being trapped in a forest. അവിടെ വരും എന്താണ്, floating on the surface. Okay, floating on the surface അല്ലേ, of the sea on a boat alone is a more frightening experience than being trapped in a forest. അപ്പോൾ ഈ ഒരു പാസേജിൽ വന്നിരിക്കുന്ന വേർഡ്സ് ഇവയൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ്, ലെറ്റ്സ് റൈറ്റ്. അതിലുള്ള ആദ്യത്തെ ആക്ടിവിറ്റിയാണ് activity number 1. The narrator was given a heroic welcome by the people of his locality. ഇവിടെ നറേറ്റർ വെലസ്കോ ആണ്. അപ്പോൾ വെലസ്കോയെ നാട്ടുകാരൊക്കെ കൂടെ ചേർന്നിട്ട് എന്താണ് ഒരു ഹീറോയിക് വെൽക്കം കൊടുക്കുകയാണ്. ഇമേജിൻ ദാറ്റ് ഹി നറേറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് ഇൻ എ പബ്ലിക് മീറ്റിംഗ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പബ്ലിക് മീറ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ എന്താണ് വെൽക്കം ചെയ്യുമ്പം തീർച്ചയായിട്ടും അവിടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയും. Write the possible speech the narrator might have delivered. അപ്പോൾ അവിടെ നറേറ്റർ പറയാനിടയായിട്ടുള്ള അല്ലെങ്കിൽ പറയാൻ സാധ്യതയുള്ള ആ ഒരു സ്പീച്ച് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. പിന്നെ ബാക്കി നമ്മളോട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. തുടങ്ങുന്നത് എങ്ങനെയാണ്, ഐ എം വെരി ഹാപ്പി ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. I have never thought that I would be alive and be among my dear ones. അപ്പം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ജീവനോടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ ടെറിബിൾ എക്സ്പീരിയൻസ് അറ്റ് സീ. അപ്പം കടലിൽ എന്നെ സംബന്ധിച്ച് വളരെ ഭയപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ദ ഷിപ്പ് wreck, the loss of my friends, the terrible loneliness, the hunger and thirst, and then the miraculous escape are all quite incredible and unimaginable. അപ്പോൾ എന്താണ്, ആദ്യം ഉണ്ടായിരുന്നത് കപ്പൽ അപകടമായിരുന്നു, അതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് മിസ്സായി, കൂടാതെ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു, പിന്നെ വിശപ്പും ദാഹവും ഒക്കെ കൂടി ഉണ്ടായിരുന്നു. അവസാനം എന്താണ്, വളരെ അത്ഭുതകരമായിട്ട് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. അപ്പം ഇപ്പോഴും എനിക്ക് അതൊന്നും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. Okay, I don't know how I could tolerate and manage all those adverse situations. എനിക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഞാൻ അത്രയ്ക്ക് ദുരൂഹത പിടിച്ച അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഒരു ദുരവസ്ഥ പിടിച്ച ആ ഒരു സമയം ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് എന്നത് എനിക്കിപ്പോഴും അറിയില്ല. Even now, when I think of it, I feel the terror enveloping all over my body, but it's all over. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ പോലും ഇപ്പം കൂടെ ആ ഒരു ഈവൻ്റ് ഞാൻ ആലോചിക്കുന്ന സമയത്ത് ശരീരം മുഴുവൻ ഒരു പേടി എന്നെ മൂടുന്നുണ്ട്. അത്രത്തോളം ഭയാനകമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. This difficult experience has taught me a lesson that we should not yield to any hardship in life. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണ്, ഇങ്ങനത്തെ ഒരു ദുർഘടം പിടിച്ച അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ വിട്ടുകൊടുക്കരുത്. ഓക്കെ, സെൽഫ് ബിലീഫ്, നമുക്ക് സ്വയം ഒരു വിശ്വാസം ഉണ്ടാവണം, അതുപോലെ വിൽ പവർ ഉണ്ടാവണം, ആൻഡ് കോൺഫിഡൻസ് ക്യാൻ ലീഡ് അസ് ടു വിക്ടറി. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സെൽഫ് ബിലീഫും അതുപോലെ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മനോധൈര്യവും അതുപോലെ നമ്മുടെ ആത്മവിശ്വാസവും ഒക്കെ നമ്മളെ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പാഠം എന്ന് പറയുന്നത്. എനിവേ, ഐ ആം വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു മൈ ബിലൗഡ് വൺസ് ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ റിസപ്ഷൻ ഇൻ മൈ ഹോം ടൗൺ. എന്തായാലും ഇതിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ ഒരു സ്വീകരണം തന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വലിയൊരു സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ഓഫ് യു. എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. ലെറ്റ് മീ കൺക്ലൂഡ് വിത്ത് ദീസ് വേർഡ്സ്, ഫേസ് ദി ചാലഞ്ചസ് ബോൾഡ്ലി, അൾട്ടിമേറ്റ് സക്സസ് വിൽ ബി യുവേഴ്സ്. അപ്പം ഒരു വാക്ക് പറഞ്ഞ് ഞാനിപ്പോൾ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്ത് വെല്ലുവിളികൾ വന്നാലും വളരെ ബോൾഡായിട്ട് നിങ്ങളതിനെ ഫേസ് ചെയ്യുക. അവസാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. ദോ ഐ ആം സേഫ്, ഐ ഹാവ് ലോസ്റ്റ് 4 ഓഫ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട്. അപ്പം ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, അപ്പം ഞാനിപ്പം സേഫാണ്, എന്നാൽ കൂടെ എനിക്ക് എൻ്റെ വളരെ പ്രിയപ്പെട്ട 4 സുഹൃത്തുക്കളെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇറ്റ്സ് റിയലി ഹാണ്ടിങ് മീ നൗ ടു. ഇപ്പോഴും അതെന്നെ പിന്തുടരുന്നുണ്ട്, അവരുടെ ഓർമ്മകളും ആ ഒരു സങ്കടമൊക്കെ. ഓക്കെ, മേ ദേ റെസ്റ്റ് ഇൻ പീസ്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. ഓക്കെ, ഇനി അതിലെ ആക്ടിവിറ്റി നമ്പർ 2 ആണ്. The story A Shipwrecked Sailor is narrated from the point of view of a man involved in a shipwreck. അപ്പോൾ ഇവിടെ ഷിപ്പ്രെക്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് അല്ലേ. വെലൻസ്കോയും
വെലസ്കോയും എന്താണ് ഈ ഒരു ഷിപ്രക്കിൽ ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു സ്റ്റോറി നമ്മളോട് നരേറ്റ് ചെയ്യുന്നത്. ഇഫ് യു വേർ വെലസ്കോസ് ഫ്രണ്ട്, അപ്പോൾ നിങ്ങൾ വെലസ്കോയുടെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഹൗ വുഡ് യു നരേറ്റ് ദ സ്റ്റോറി? അപ്പം നിങ്ങളാണ് ആ ഒരു സ്റ്റോറി ഇപ്പോൾ വെലസ്കോയുടെ ഫ്രണ്ട് എന്നൊരു രീതിക്ക് നിങ്ങൾ ആ ഒരു സ്റ്റോറി പറയുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളത് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് വെലസ്കോ ആൻഡ് ഹിസ് ഫോർ ഫ്രണ്ട്സ് വോ സെയിലിംഗ് ത്രൂ ദ കാരിബിയൻ സീ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. വെലസ്കോയും അതുപോലെ അവൻ്റെ 4 സുഹൃത്തുക്കളും കൂടെ കടലിലേക്ക് പോകുന്ന സമയത്ത് കാരിബിയൻ സീയിൽ വെച്ചിട്ട് കാരിബിയൻ സീയിലൂടെ പോവുകയായിരുന്നു. സഡൻലി, പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സഡൻലി ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ്. പെട്ടെന്ന് ആ ഒരു ഷിപ്പ് എന്തായി, അവൻ്റെ ഒരു കുഴിയിലേക്ക് പോയിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് പോയി, പിന്നെ കാണാതായി. ഹി തോട്ട് ഹി വാസ് അറ്റർലി അലോൺ ഇൻ ദ സീ. അപ്പം വെലസ്കോ ചിന്തിച്ചു എന്താണ്, വെലസ്കോ മാത്രമാണ് ആ കടലിലുള്ളത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. സൂൺ ഹി ബിഗാൻ ടു ഹിയർ ഷൗട്ട്സ് നിയർ ബൈ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഹി റിക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ഹിസ് ഫ്രണ്ട് കാരബെല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം കാരബെല്ലോയുടെ ശബ്ദം അദ്ദേഹം തിരിച്ചറിഞ്ഞു. സൂൺ ഹി saw that his other shipmates were also thrown into the sea. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം വേറെ ഫ്രണ്ട്സും കടലിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. They were shouting to one another to stay afloat. അപ്പോൾ പരസ്പരം അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും എങ്ങനെയെങ്കിലും കടലിന് മുകളിലേക്ക് തന്നെ പൊങ്ങി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. 2 life rafts appeared unexpectedly on the crest of the wave. പെട്ടെന്ന് വേവിൻ്റെ മുകളിൽ 2 റാഫ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യക്ഷമായിരുന്നു. വെലസ്കോ swam for about 3 minutes and struggled to grab it. വെലസ്കോ ഏകദേശം ഒരു 3 മിനിറ്റോളം നീന്തിയിട്ടാണ് ആ ഒരു റാഫ്റ്റ് പിടിച്ചെടുത്തത്. Finally, he jumped about. Castello, Carabello and Luis Rengifo were trying to stay above the water and reach the raft. അങ്ങനെ അവസാനം അദ്ദേഹം എങ്ങനെയോ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോഴേക്ക് കാസ്റ്റലോയും കാരബെല്ലോയും റെഞ്ചിഫോയും ഒക്കെ എന്താണ് ഈ റാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയായിരുന്നു. He grabbed the oars and tried to get close to the man. അപ്പം അദ്ദേഹം ഒരു പങ്കായം അവർക്ക് ഇട്ടുകൊടുത്തിട്ട് എല്ലാവരെയും എന്താണ് അകത്തേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഹി സോ ദ ഫോർത്ത് ഓഫ് ഹിസ് മേറ്റ്സ്. ആ ഒരു ടൈമിലാണ് അദ്ദേഹം 4ാമത്തെ മേറ്റ്സിനെ കാണുന്നത്. വൺ ഓഫ് ദി മേറ്റ്സ് ആരാണ്? റേമൻ ഹെറേറ അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. ഹു വാസ് വേവിങ് അറ്റ് ഹിം വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. അപ്പം അദ്ദേഹം ഒരു തടിക്കഷ്ണത്തിൽ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങനെ കൈ വീശി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വെലസ്കോയ്ക്ക്. വെലസ്കോ ബിഗാൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. അപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് തുഴഞ്ഞു പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർഷിംഗ് സീ. പക്ഷേ ആ ഒരു കടലിൽ ആ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ആൻഡ് റാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. കൂടാതെ കാറ്റിനെതിരെ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് തുഴയേണ്ടിയിരുന്നത്. When he looked around, he saw that Herrera had disappeared. ഇപ്പോൾ അദ്ദേഹം ചുറ്റിലും നോക്കിയപ്പം ഹെററെ കാണാനുണ്ടായിരുന്നില്ല. റെഞ്ചിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. റെഞ്ചിഫോ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് റാഫ്റ്റിനെതിരെ നീന്തി വരുന്നത്. മീൻ വൈൽ എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. പെട്ടെന്ന് വലിയൊരു തിരമാല വന്നിട്ട് എന്തായി, റാഫ്റ്റിനെ പൊന്തിച്ചു. ആഫ്റ്റർ ദാറ്റ് ഹി ഫൗണ്ട് ദാറ്റ് കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റലോ. ആ ഒരു സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് കാരബെല്ലോയും അതുപോലെ കാസ്റ്റലോയും കടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. റെഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. ഇപ്പോഴും റെഞ്ചിഫോ എന്താണ് ഈ നമ്മുടെ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ടായിരുന്നു. ഇൻ ആൻ ഇൻസ്റ്റന്റ് വെലസ്കോ വാസ് 5 meters away from റെഞ്ചിഫോ ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം. അപ്പോൾ വെലസ്കോ എന്താണ് റെഞ്ചിഫോയുടെ ഒരു 5 മീറ്റർ അകലെയായിട്ടാണ് വെലസ്കോ ഉള്ളത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നമ്മുടെ റെഞ്ചിഫോയുടെ വ്യൂ നഷ്ടമായിപ്പോയി. വെലസ്കോ ട്രൈ ടു റോ. വെലസ്കോ അപ്പോഴും തുഴഞ്ഞു പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻ വെയിൻ. പക്ഷെ അത് എന്തായിപ്പോയി, വിഫലമായി പോയി. ഹി മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ ടു സേവ് റെഞ്ചിഫോ. അവസാനമായിട്ട് റെഞ്ചിഫോനെ രക്ഷിക്കാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് നോട്ട് സക്സസ്ഫുൾ ആൻഡ് റെഞ്ചിഫോ സാങ് ഫോർ എവർ. പക്ഷേ നിർഭാഗ്യവശാൽ അത് സക്സസ് ആയില്ല. കൂടാതെ റെഞ്ചിഫോ മുങ്ങിപ്പോവുകയും ചെയ്തു. ലെസ് ദാൻ 2 meters ഫ്രം ദി ഓർ. അപ്പോൾ ഓറിൻ്റെ ഏകദേശം 2 മീറ്റർ അകലെ ആയിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. വെലസ്കോ വാസ് അലോൺ അറ്റ് സീ വിതൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ. അങ്ങനെ വെലസ്കോ അവസാനം എന്താണ് കടലിൽ തനിച്ചായി, ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാതെ. ഹി സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. അപ്പം റാഫ്റ്റിൻ്റെ സൈഡിലിരുന്നിട്ട് അദ്ദേഹം രക്ഷപ്പെടാനുള്ള ആരെങ്കിലും വരുമോ എന്ന് അദ്ദേഹം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അൺസർട്ടൈൻ ആസ് ടു വാട്ട് ടു ഡു
he decided to make an inventory of his belongings. Since he had nothing else to do, he read the cards over and over to distract himself until he was rescued. അപ്പോൾ അദ്ദേഹം എന്താണ് കുറച്ച് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വ്യതിചലിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ എടുത്ത് അതിലേക്ക് നോക്കാനായിട്ട് തുടങ്ങി. ഇനി അതിലെ മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഇൻ ദ സെൻറ്റൻസ് കോളം. അപ്പോൾ ഇവിടെ 2 കോളം തന്നിട്ടുണ്ട്. അതിലൊരു സെൻറ്റൻസ് കോളം എന്നുണ്ട്, അതുപോലെ ന്യൂസ് ഹെഡ്ലൈൻസ് എന്നൊരു കോളം കാണാം. അതിൽ സെൻറ്റൻസ് കോളത്തിൽ തന്നിരിക്കുന്ന സെൻറ്റൻസസ് വായിച്ചിട്ട് ചേഞ്ച് ദം ഇൻ ടു ന്യൂസ് ഹെഡ്ലൈൻസ്. ആ ഒരു തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ് ഒരു ഹെഡ്ലൈൻ ആക്കിയിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മാറ്റിയിട്ട് ന്യൂസ് ഹെഡ്ലൈൻസ് എന്ന് പറയുന്ന കോളത്തിലേക്ക് എഴുതാൻ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സെൻറ്റൻസ് എന്താണ്? 4 sailors of the Colombian Navy were drowned in the Caribbean Sea when their ship wrecked in a devastating storm. അതിൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൊടുങ്കാറ്റ് വന്ന സമയത്ത് 4 നാവികർ കരീബിയൻ സീയിൽ വെച്ചിട്ട് കപ്പൽ അപകടത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയായിരിക്കും ഒരു ഹെഡ്ലൈനായിട്ട് ന്യൂസ് ഹെഡ്ലൈനായിട്ട് വരിക, തലക്കെട്ടായിട്ട് എങ്ങനെയായിരിക്കും വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 Colombian drowned എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ന്യൂസ് ഹെഡ്ലൈൻ ആകുമ്പോൾ നമുക്ക് 4 Colombian drowned, 4 എന്താണ് കൊളംബിയൻ സീലേഴ്സ് മുങ്ങി. Next, the sailor Velasco was given a heroic welcome in a public meeting at his hometown. അപ്പോൾ അതിൽ രക്ഷപ്പെട്ട നാവികനായിട്ടുള്ള വെലസ്കോയ്ക്ക് എന്താണ് അവരുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു സ്വീകരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെഡ്ലൈനായിട്ട് മാറുമ്പം വെലസ്കോ റിസീവ്സ് എ ഹീറോയിക് വെൽക്കം അല്ലെ, വെലസ്കോയ്ക്ക് ഒരു ഹീറോയിക് വെൽക്കം ലഭിച്ചു എന്നുള്ളതാണ് അവിടെ വരുന്ന ഹെഡ്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ സെൻറ്റൻസ് The Colombian Navy continues their search to recover the bodies of the 4 sailors drowned in the Caribbean Sea. കരീബിയൻ സീയിൽ വെച്ച് മുങ്ങിപ്പോയ ആ 4 പേരെ കൊളംബിയൻ നേവി എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അവരുടെ ബോഡിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നുണ്ട്. ആ ഒരു സെൻറ്റൻസ് ഹെഡ്ലൈൻ ആക്കുമ്പം എങ്ങനെയാകും? സെർച്ച് കണ്ടിന്യൂസ് ഫോർ ഡ്രൗൺഡ് സെയിലേഴ്സ്. ഇപ്പോഴും എന്താണ് മുങ്ങിപ്പോയ നാവികർക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ്. ഓക്കെ, now develop any of the news headlines into a complete news report. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹെഡ്ലൈൻ എടുത്തിട്ട് നമ്മളോടൊരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹെഡ്ലൈൻ ഇതിന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ 4 Colombian sailors drowned, 4 കൊളംബിയൻ സെയിലേഴ്സ് മുങ്ങി എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ന്യൂസ് റിപ്പോർട്ട് ആകുമ്പം എങ്ങനെയാണ്? കൊളംബിയ ആദ്യം ആ ഒരു സ്ഥലം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡേറ്റ് ആണ്, എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്നുള്ള ഡേറ്റ് ആണ് വരുന്നത്. 28 November 1955. കാൾഡാസ് ആ കപ്പലിൻ്റെ നെയിമാണ്. എ കൊളംബിയൻ ഷിപ്പ് വാസ് wrecked in Caribbean Sea and 4 sailors were drowned. എന്താണ് ഒരു കൊളംബിയൻ ഷിപ്പ് അപകടത്തിൽ പെടുകയും കരീബിയൻ സീയിൽ വെച്ച് അപകടത്തിൽ പെടുകയും 4 നാവികർ അതിൽ മുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. The ship was traveling from Mobile, Alabama to Colombia. അപ്പോൾ അലബാനയിലെ മൊബൈൽ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നാണ് ആ ഷിപ്പ് ട്രാവലിംഗ് തുടങ്ങിയത്. എവിടേക്കായിരുന്നു? കൊളംബിയയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഇത് സംഭവിച്ചത്. Among the sailors, Velasco was rescued while 4 of his shipmates, Castillo, Caravello, Luis Rengifo and Raymond Herrera, drowned. അപ്പോൾ ഈ ഒരു അപകടത്തിൽ നമ്മുടെ വെലസ്കോ ഒഴികെ ബാക്കി 4 പേരായിട്ടുള്ള കാസ്റ്റിലോ, കാരബെല്ലോ, ലൂയിസ് റെഞ്ചിഫോ അതുപോലെ റേമൻ ഹെറേറയും ഈ കപ്പലപകടത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. The Caribbean Navy started searching for the dead bodies. അപ്പം കരീബിയൻ നേവി ഇപ്പോഴും അവരുടെ ബോഡിക്കുമായിട്ടുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. It is told that many rescue workers will join the team the next day. അപ്പം അവർ പറയുന്നത് എന്താണ്? അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ ഒരു തിരച്ചിലേക്കായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അതിൽ ആക്ടിവിറ്റി നമ്പർ 4 ആണ്. Imagine that you are asked to prepare breaking news of the shipwreck and the death of the sailors for a TV channel. അപ്പം ഒന്ന് ഇമാജിൻ ചെയ്യുന്നതാണ്, ഒരു TV ചാനലിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കുകയാണ് ഈ ഒരു ഷിപ്പ്റെക്കിനെ ആസ്പദമാക്കിയിട്ട്. ഓക്കെ, റൈറ്റ് ദ പോസിബിൾ ബ്രേക്കിംഗ് ന്യൂസ് ഹെഡ്ലൈൻസ് ആൻഡ് പ്രസന്റ് ദം ഓറലി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലാസ്. അപ്പം ഹെഡ്ലൈൻസ് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാനാണ്, ബ്രേക്കിംഗ് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ നമ്മൾ കുറച്ച് ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കൊളംബിയൻ ഷിപ്പ് wrecked ഇൻ കരീബിയൻ സീ. കരീബിയൻ സീയിൽ വെച്ചിട്ട് കൊളംബിയൻ ഷിപ്പ് എന്തായി അപകടത്തിൽ പെട്ടു. അതുപോലെ ദ ഷിപ്പ് സെറ്റ് ഔട്ട് ദ ജേർണി ഫ്രം ദ പോർട്ട് ഓഫ് മൊബൈൽ, അലബാമ, ദ USA.
അപ്പോൾ അത് അടുത്ത വരുന്ന എന്താണ്, മൊബൈൽ പോർട്ടലിൽ നിന്ന് ആരംഭിച്ചതായിരുന്നു അവരുടെ യാത്ര. It is reported that many sailors are missing and all the cargo was thrown into the sea. അപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സെയിലേഴ്സും ഇപ്പോൾ മിസ്സിംഗ് ആണ്. കൂടാതെ കപ്പലിൻ്റെ അകത്തുള്ള ചരക്കുകളൊന്നും എന്താണ് കിട്ടിയിട്ടില്ല, എല്ലാം മിസ്സിംഗ് ആണ് കേട്ടോ. കൊളംബിയൻ നേവി അതോറിറ്റീസ് ഹാവ് സ്റ്റാർട്ടഡ് ഈസ് ഇൻ പ്രോഗ്രസ്. അപ്പം എന്താണ് കൊളംബിയൻ നേവി ഇപ്പം നേവി അതോറിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അവർ ഇതിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ദ സെർച്ച് ഫോർ ദ മിസ്സിംഗ് സെയിലേഴ്സ് ഈസ് ഇൻ പ്രോഗ്രസ്. ഓക്കെ, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് നോ വൺ ഹാസ് യെറ്റ് ബീൻ റിക്കോർഡഡ് ഓർ എലൈവ്. അപ്പോൾ ഇപ്പോഴും എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും ജീവനോടുണ്ടോ അതോ എല്ലാവരും മരിച്ചുപോയോ എന്നുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റ്സ് സ്പീക്ക്. അതിലുള്ള ആദ്യത്തെ ആക്ടിവിറ്റിയാണ് prepare 10 questions for interviewing the narrator Velasco, who quite unbelievably escaped from the shipwreck. അപ്പോൾ ഈ ഒരു ഷിപ്പ്രെക്കിൽ വളരെ അവിശ്വസനീയമായിട്ട് രക്ഷപ്പെട്ട നറേറ്ററാണ് വെലസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ആവശ്യമുള്ളൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ അറ്റംപ്റ്റ് ദിസ് ആസ് എ പെയർ ആക്ടിവിറ്റി ഇൻ വിച്ച് വൺ ഓഫ് യു ക്യാൻ ബി ദ ഇൻ്റർവ്യൂവർ ആൻഡ് ദ അതർ ദ നറേറ്റർ. അപ്പോൾ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പെയറായിട്ട് ചെയ്യേണ്ട, ഒരാൾ ഇൻ്റർവ്യൂവറും അതുപോലെ മറ്റാൾ എന്താണ് ഇൻ്റർവ്യൂവി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിലെ ആ ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് എന്തൊക്കെ ചോദിക്കാം. വെൻ ഡിഡ് യു ഫസ്റ്റ് സെൻസ് ദ ഡേഞ്ചർ? നിങ്ങൾ എപ്പോഴാണ് ആ ഒരു അപകടം മണത്തറിഞ്ഞത്, അല്ലെ അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? വർ യു പ്രിപ്പയർഡ് ടു ഫേസ് സച്ച് എ ഡിസാസ്റ്റർ? അപ്പം ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ലഭിച്ചത്. വാട്ട് ഗേവ് യു ദ സ്ട്രെങ്ത് ടു റിമെയിൻ എഫ്ലോട്ട്? അവിടെ മരിക്കാതെ അല്ലെ അപ്പോഴും പൊങ്ങി നിൽക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എന്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി നൽകാനുള്ള കാരണം? വാട്ട് വർ യുവർ ഫീലിങ്സ് വെൻ യു സോ യുവർ ഷിപ്പ്മേറ്റ്സ് ഡ്രോയിങ്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ഷിപ്പ്മേറ്റ്സ് മുങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തത്? വൈ വർ യുവർ ഷിപ്പ്മേറ്റ്സ് അൺഎബിൾ ടു സർവൈവ്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മറ്റുള്ള ഷിപ്പ്മേറ്റ്സിന് എന്താണ് സർവൈവ് ചെയ്യാൻ സാധിക്കാഞ്ഞത്? ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു ബി അലോൺ അറ്റ് സീ? കടലിൽ ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ളത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഈസ് ദർ യുവർ വാച്ച് സ്റ്റിൽ വിത്ത് യു? ആ ഒരു വാച്ച് നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ടോ? വാട്ട് പ്രിക്കോഷൻസ് ഡു യു തിങ്ക് ഷിപ്സ് ഷുഡ് ടേക്ക് ടു ഫേസ് സച്ച് ഡിസാസ്റ്റേഴ്സ്? അപ്പോൾ ഇങ്ങനത്തെ അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ കപ്പലുകൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഡിഡ് യു ഫീൽ ലൈക്ക് ഗിവിങ് അപ്പ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം? ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്കിത് ഒക്കെ നഷ്ടപ്പെട്ടവനെ പോലെ ഒഴിവാക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? ഹാസ് ദിസ് ഇൻസിഡൻറ്റ് ലെഫ്റ്റ് എനി ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓൺ യു? അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇംപ്രഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ? ഈ ഒരു ഇൻസിഡൻറ്റ് മൂലം ഉണ്ടായ എന്തെങ്കിലും ഇംപ്രഷൻ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? അതിൽ ആക്ടിവിറ്റി നമ്പർ 2 ആണ്. സപ്പോസ് യു ആർ വൺ ഓഫ് ദ സ്പീക്കേഴ്സ് അറ്റ് എ ഫംഗ്ഷൻ ഇൻ വിച്ച് ദ നറേറ്റർ ഈസ് ബീയിങ് കൺഗ്രാജുലേറ്റഡ്. ഡെലിവർ എ സ്പീച്ച് കൺഗ്രാജുലേറ്റിംഗ് ഹിം ഫോർ ഹിസ് ബ്രേവ് ഡീഡ്. അപ്പം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരാളിൽ നിങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്പീച്ച് എന്താണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു സ്പീച്ച് അത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എന്ത് കാര്യം പറയുകയാണെന്നാൽ വി ഹാവ് ഗാദർഡ് ഹിയർ ടു ഹോണർ മിസ്റ്റർ വെലസ്കോ, ദ ഓൺലി സർവൈവർ ഓഫ് ദ കൊളംബിയൻ ഷിപ്പ്‌റെക്ക്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് കൊളംബിയൻ കപ്പൽ അപകടത്തിൽ പെട്ടിട്ട് അതിന് ആകെ സർവൈവ് ചെയ്ത് വന്നിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ വെലസ്കോയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാം കൂടിയിരിക്കുന്നത്. ആസ് വി ഓൾ നോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹിസ് സർവൈവൽ ഈസ് ക്വൈറ്റ് മിറാക്കുലസ് ആൻഡ് ഹീറോയിക്. അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവൈവൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്തായിരുന്നു, മിറാക്കുലസ് ആയിരുന്നു, നമുക്ക് അത്ഭുതമായിരുന്നു, അതുപോലെ ഹീറോയിക് ആയിരുന്നു. വി റിയലി അപ്രീഷിയേറ്റ് ഹിസ് ബ്രേവറി ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തിനും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഹിസ് പേഷ്യൻസ് ആൻഡ് പെർസെവറൻസ് ഷുഡ് ബി ഹോണേർഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു
മൈൻഡിനുള്ള ആ ഒരു ക്ഷമയും അദ്ദേഹം അതുപോലെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് മനോധൈര്യമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഹോണർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഹി ഇസ് എ റിയൽ ഹീറോ ബൈ ഓൾ മീൻസ്. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു റിയൽ ഹീറോ ആണ്. ഹി വുഡ് ബി എ റോൾ മോഡൽ ഫോർ ദ കമ്മിങ് ജനറേഷൻ. അപ്പോൾ വരുന്ന തലമുറകൾക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു റോൾ മോഡൽ തന്നെ ആയിരിക്കും. ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു കൺഗ്രാറ്റുലേറ്റ് മിസ്റ്റർ വെലസ്കോൺ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് അസ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അദ്ദേഹത്തെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. ലെറ്റ് ഹിസ് ബ്രേവറി ബി ആൻ ഇൻസ്പിറേഷൻ ടു അസ്. അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പ്രചോദനമാവട്ടെ. വിത്ത് ദിസ് നോട്ട് ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, ഇനി ലെറ്റ്സ് ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. അതിലെ ആദ്യത്തെ ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി നമ്പർ 1. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ ഒരു 4 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്തിട്ടുള്ള 4 സെൻറ്റൻസ് ആണ്. എ റഫ് വേവ് പുഷ്ഡ് ദ റാഫ്റ്റ്സ്. ഒരു വലിയ തിരമാല വന്നിട്ട് റാഫ്റ്റിനെ എന്ത് ചെയ്തു? പുഷ് ചെയ്തു. രണ്ടാമത്തേത് ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ. ആ കടലിൽ അത് വളരെ ഹെവി ആയിരുന്നു. മൂന്നാമത്തേത് എ ജിജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദി റാഫ്റ്റ്. വലിയൊരു തിരമാല വന്നിട്ട് റാഫ്റ്റിനെ എന്ത് ചെയ്തു? പൊന്തിച്ചു കളഞ്ഞു. നാലാമത്തേത് ഹിസ് സെറീനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. ദ വേർഡ്സ് bolded in these sentences describe the nouns. അദ്ദേഹത്തിൻ്റെ സെറീനിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവർ എന്ന് പറയുന്നത് എന്താണ്? കടലിനേക്കാൾ ശക്തിയേറിയതായിരുന്നു. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദ വേർഡ്സ് ബോൾഡഡ്. അപ്പോൾ ഇവിടെ 4 വേർഡ്സ് 4 സെൻറ്റൻസിൽ ബോൾഡ് ചെയ്ത് കൊടുത്താണ്ടില്ലേ? റഫ്, ഹെവി, ജൈജാൻറ്റിക്, അതുപോലെ സ്ട്രോങ്. ഇത് ബോൾഡ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 4 വേർഡ്സും എന്താണ്? നൗൺസ് ആണ് കേട്ടോ. നാമമാണ്, നൗൺസ് ആണ്. ദീസ് വേർഡ്സ് ബിലോങ് ടു ദ വേർഡ് ക്ലാസ് കോൾഡ് ഇജക്റ്റീവ്സ്, ഹാവ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, അപ്പം ഈ വേർഡ്സിനെ നമുക്ക് അഡ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതിൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൂടെ ഉണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യത്തിൻ്റെ ഗുണത്തെ കാണിക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു പെക്യുലാരിറ്റി, അതിൻ്റെ ആ ഒരു സ്പെഷ്യാലിറ്റി കാണിക്കുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹെവി, അതുപോലെ ജൈജാൻറ്റിക് വേവ് എന്നൊക്കെ പറയുമ്പോൾ ആ തിരമാലയുടെ ജൈജാൻറ്റിക് എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ ആ തിരമാലയുടെ ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. In the first sentence, his serenity was strong. The word strong is in the positive degree. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ his serenity was strong എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ദ വേർഡ് സ്ട്രോങ് എന്ന് പറയുന്നതാണ് അവിടുത്തെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് സ്ട്രോങ് എന്നുള്ളതാണ്. അതെന്താണ്? സെറിനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. അപ്പം ആ സെൻറ്റൻസ് തന്നെ ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ് എന്നതിന് പകരം സ്ട്രോങ്ങർ ദാൻ ദ സീ എന്ന് പറയുമ്പം സ്ട്രോങ് എന്നുള്ളത് സ്ട്രോങ്ങർ എന്നായി. അതാണ് കമ്പാരേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? സ്ട്രോങ്ങസ്റ്റ്. ഹിസ് സെറിനിറ്റി വാസ് ദ സ്ട്രോങ്ങസ്റ്റ്. സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്. അതിൽ സ്ട്രോങ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. സ്ട്രോങ്ങർ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ് ഡിഗ്രിയാണ്. അതുപോലെ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് ബിലോ യൂസിങ് ദ സ്യൂട്ടബിൾ ഡിഗ്രീസ് ഓഫ് ദി അഡ്ജക്റ്റീവ്. അപ്പോൾ ഇവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഗ്രീസ്, ആ അഡ്ജക്റ്റീവിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഗ്രീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് ചാർട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ A ഈസ് ഡാഷ്, C ഈസ് ഡാഷ്, ബട്ട് B ഈസ് ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിൻ്റെ നീളത്തെ വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ ഒരു കമ്പാരിസൺ നടത്താനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ A ഈസ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്നത് എന്താണ്? A ഈസ് നോട്ട് ആസ് ടാൾ ആസ് C. A എന്ന് പറയുന്നത് സിയുടെ അത്ര വലിപ്പമുള്ളതല്ല. ഇസ് നോട്ട് ആസ് ടാൾ ആസ് C. മനസ്സിലായില്ലേ? ടാൾ ആസ് C. C ഈസ് ടാളർ ദാൻ A. രണ്ടാമത്തത് ടാൾ എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രിയാണ്, പോസിറ്റീവ് ഡിഗ്രിയാണ്. അതിൽ രണ്ടാമത്തത് C ഈസ് ടാളർ ദാൻ A എന്ന് പറയുന്നത് കമ്പാരേറ്റീവ് ഡിഗ്രിയാണ് കേട്ടോ. ഫസ്റ്റത്തേത് പോസിറ്റീവ് ഡിഗ്രിയാണ്, രണ്ടാമത്തേത് കമ്പാരേറ്റീവ് ഡിഗ്രിയാണ്. ടാൾ എന്നുള്ളത് ടാളർ എന്നായിട്ടോ. മൂന്നാമത്തേത് ബട്ട് B ഈസ് ദ ടാളസ്റ്റ് എന്ന് പറയുന്നതാണ് അതിലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, A is not as tall as C. C is taller than A, but B is the tallest. Okay. Do all adjectives follow the same pattern in forming their comparative and superlative forms? എല്ലാ അഡ്ജക്റ്റീവ്സും സെയിം പാറ്റേൺ ആണോ ഫോളോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ ഒരു പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്,
കമ്പാരാറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോഴും ഈ കമ്പാരാറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഫോമൊക്കെ എന്താണ് സെയിം ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല. കാരണം എന്താണ്? ഓൾ adjectives do not follow the same pattern in forming their comparative and superlative. കാരണം certain adjectives form comparative and superlatives form with more and most. ഇതിൽ നമ്മൾ tall, taller, tallest എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു വേർഡ് എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ കൂടെ ER അതുപോലെ EST യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു അഡ്ജക്റ്റീവിനെ നമ്മൾ സൂപ്പർലേറ്റീവും അതുപോലെ കമ്പാരേറ്റീവ് ഡിഗ്രി എന്നുള്ള ലെവലിലേക്ക് മാറ്റിയിരിക്കുന്നത്. പക്ഷേ വേറെ അഡ്ജക്റ്റീവ്സിനെ നമുക്ക് ഈ ഒരു രീതിക്ക് അല്ലാതെ കമ്പാരേറ്റീവും സൂപ്പർലേറ്റീവുമായിട്ട് പറയാൻ പറ്റും. ഏത് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ്? മോർ എന്ന വേർഡും മോസ്റ്റ് എന്ന വേർഡും യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം അതിന് എക്സാമ്പിളാണ് ബ്യൂട്ടി. ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമുക്കതിനെ മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്യൂട്ടി എന്നതിനെ നമ്മൾ ബ്യൂട്ടിയർ, ബ്യൂട്ടിയസ്റ്റ് എന്നൊന്നും പറയില്ലല്ലോ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ആ അഡ്ജക്റ്റീവിനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കമ്പാരേറ്റീവ് ഫോം എന്ന് പറയുന്നത് മോർ ബ്യൂട്ടിഫുൾ എന്നാണ്. സൂപ്പർലേറ്റീവ് ഫോം എന്താണ്? മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഇപ്പോൾ സ്മോൾ എന്ന വേർഡ് ആണെങ്കിൽ അതിൻ്റെ കമ്പാരേറ്റീവ് ഫോം എന്ന് പറയുന്നത് സ്മോളർ ആണ്. അത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആ ഒരു ഇതിലാണ് വരുന്നത്. സ്മോളർ, സ്മോളസ്റ്റ് എന്നാണ് വരുന്നത്. ഫാസ്റ്റിൻ്റെ എന്താണ്? ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. ഓക്കെ, ഇനി certain other adjectives take different forms for comparative and superlative degrees. അപ്പം ഇത് കൂടാതെ എന്താണ് വേറെ ഫോമിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. തീർത്തും വ്യത്യസ്ത വേർഡ്സുകളായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഗുഡ് എന്ന് പറയുന്നതിന് മോർ ഗുഡ്, മോസ്റ്റ് ഗുഡ് എന്നൊന്നും പറയില്ല. ഗുഡ് എന്ന് പറയുമ്പം അതിന് കമ്പാരേറ്റീവ് ഫോം എന്ന് പറയുന്നത് ബെറ്റർ എന്നാണ്. സൂപ്പർലേറ്റീവ് ഫോം എന്ന് പറയുന്നത് ബെസ്റ്റ് എന്നാണ്. ബേർഡ് എന്നാവുമ്പം അതിൻ്റെ വേഴ്സ്റ്റ് എന്നാണ് വരുന്നത്. വേഴ്സ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കമ്പാരേറ്റീവ് ഡിഗ്രി. അതുപോലെ വേഴ്സ്റ്റ് എന്നുള്ളതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി ആക്ടിവിറ്റി നമ്പർ 2 ആണ്. അതിൽ ഫിൽ ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് എ ആൻഡ് ഓർ ദ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പാസേജ് തന്നിട്ടുണ്ട്. അതിൽ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് എ അല്ലെങ്കിൽ ആൻ അല്ലെങ്കിൽ ദ എന്നുള്ള ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാസേജ് നമുക്ക് വായിക്കാം. ഐ മെയ്ഡ് ഡാഷ് ലാസ്റ്റ് ട്രൈ. I made a last try so that Ranjifo could reach dash or. So that Ranjifo could reach the or, but dash raised hand. But the raised hand, which dash few minutes earlier had been trying to keep dash headphones from sinking, sang forever. അപ്പോൾ I made a last try so that Ranjifo could reach the or, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sang forever. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 3. You have learned about noun phrase in the previous unit. അപ്പം നമ്മൾ മുൻപത്തെ യൂണിറ്റിൽ നമ്മൾ noun phrase-നെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. You can develop a noun into a noun phrase by adding determiners and adjectives before the head noun. അപ്പോൾ എന്താണ്? You can develop a noun into a noun phrase. ഒരു നൗണിനെ നമ്മൾക്ക് noun phrase ആക്കിയിട്ട് മാറ്റാൻ കഴിയും. എപ്പോഴാണ്? നൗണിൻ്റെ കൂടെ ഡിറ്റർമിനേഴ്സും അല്ലെങ്കിൽ അതുപോലെ അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും? നൗണിനെ ഒരു noun phrase ആക്കിയിട്ട് മാറ്റാനായിട്ട് കഴിയും. Consider the head noun man. How can you develop it into a noun phrase? Study the following word pyramid. അപ്പോൾ മാൻ എന്ന് പറയുന്നതാണ് ഹെഡ് നൗൺ. മെയിൻ ആയിട്ടുള്ള നൗൺ എന്ന് പറയുന്നത് മാൻ എന്നുള്ളതാണ്. അതിനെ നമുക്കൊരു നൗൺ ഫ്രേസ് ആക്കി മാറ്റണം. നൗൺ ഫ്രേസ് ആക്കി മാറ്റുന്നതിന് നമുക്ക് ഡിറ്റർമിനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഹെഡ് നൗൺ എന്ന് പറയുന്നത് മാൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പം എങ്ങനെ പറയാം? ഡിറ്റർമിനർ ആണ് ഫസ്റ്റ്. ദ മാൻ എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദ യങ് മാൻ. മൂന്നാമത്തേൽ എന്തായി? ദ യങ് മാൻ. അപ്പോൾ യങ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പം ഹെഡ് ആയിട്ടുള്ള മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എന്തായി? നൗൺ ഫ്രേസ് ആയിട്ട് മാറി. ലാസ്റ്റുള്ളത് എന്താണ്? ദ ഹാപ്പി യങ് മാൻ അല്ലേ? ദ ഹാപ്പി യങ് മാൻ. നമുക്ക് വീണ്ടും ഇങ്ങനെ അഡ്ജക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഹെഡ് നൗണിനെ വീണ്ടും നൗൺ ഫ്രേസസ് ആക്കിയിട്ട് മാറ്റാനായിട്ട് കഴിയും. Now complete the word pyramid given below, picking up appropriate determiners and adjectives from the box and placing them in the correct position. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിനെ നമുക്ക് എന്താണ് അതിന് വളരെ ചേർന്നിട്ടുള്ള ഡിറ്റർമിനേഴ്സും അഡ്ജക്റ്റീവ്സും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് അത് നമ്മളോട് ഒരു പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് എന്താണ്?
വൂണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഡിറ്റർമിനേഴ്സും അഡ്ജക്റ്റീവ്സും ഒക്കെ എന്താണ്? ഡീപ്പ്, ഹാഫ് മൂൺ, ഷേപ്ഡ്, എന്നുള്ളതൊക്കെയാണ് അവിടെ തന്നിരിക്കുന്ന ഡിറ്റർമിനേഴ്സും അതുപോലെ അഡ്ജക്റ്റീവ്സും ഒക്കെ. വൂണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഹെഡ് നൗൺ. ഓക്കെ, അപ്പോൾ ആ വൂണ്ടിന് ആപ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഡിറ്റർമിനേഴ്സും അഡ്ജക്റ്റീവ്സും ഒക്കെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന 4 എണ്ണാണ് അവിടെ തന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ വൂണ്ടിനെ അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് എന്താ വരിക? എ വൂണ്ട്. ഓക്കെ, നെക്സ്റ്റ് എ ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട്. മൂന്നാമത്തെ എന്താ വരിക? എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട്. കൺസ്ട്രക്ട് വേർഡ് പിരമിഡ്സ് യൂസിങ് ദ വേർഡ്സ് സീ, സെയിലർ ആൻഡ് ട്രാവൽ. അപ്പോൾ അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ്. ഇവിടെ തന്നിരിക്കുന്ന ഹെഡ് നൗൺ എന്ന് പറയുന്നത് സീ, അതുപോലെ സെയിലർ, അതുപോലെ ട്രാവലർ. ഈ 3 വേർഡ്സ് വെച്ചിട്ടാണ് നമ്മളോട് നൗൺ ഫ്രേസ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് സീ എടുക്കാം. അതിൽ സീ, പിന്നെ നമ്മൾ ഡിറ്റർമിനർ യൂസ് ചെയ്തപ്പോൾ ദ സീ എന്നായി. പിന്നെ കാം എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ദ കാം സീ. അത് പിന്നെ ഡീപ്പ് ആഡ് ചെയ്തപ്പോൾ എന്തായി? ദ ഡീപ്പ് കാം സീ. അതുപോലെ സെയിലർ എടുക്കുമ്പോൾ എ സെയിലർ, എ ബ്രേവ് സെയിലർ, എ യങ് ബ്രേവ് സെയിലർ. അടുത്തത് ട്രാവലർ ആണ്. ട്രാവലർ ആകുമ്പോൾ എ ട്രാവലർ, ആൻ അഡ്വഞ്ചറസ് ട്രാവലർ, എ ലോൺലി അഡ്വഞ്ചറസ് ട്രാവലർ. മനസ്സിലായില്ലേ? ലെറ്റ്സ് എഡിറ്റ്. Read the short summary of the shipwreck sailor. There are some errors in it which are underlined. Edit the errors. അപ്പോൾ ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് നമ്മളോട് അവിടെ എറേഴ്സ് കൂടെയുണ്ട്, തെറ്റുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളോട് ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പാസേജ് ഒന്ന് വായിക്കാം. In 1955, a Colombian ship was on its way back home, where the ship was caught in a storm. 8 men was flung off the ship, going overboard into Caribbean Sea. Just one, Luis Alexandro Velasco, survived. For 10 days, he clung to a life raft. Suffering from hunger and lack of water, he completely gave up hope when he was washed ashore in Colombia. The author Gabriel Garcia Marquez, when was working as a journalist, is granted a series of exclusive interviews by Velasco. He writes these up and published them under Velasco's names. ഓക്കെ, അപ്പോൾ നമുക്ക് പാസേജിൽ എവിടേക്കാണ് എഡിറ്റ് ഉള്ളതെന്ന് നോക്കാം. അതിൽ in 1955 a Colombian ship was on its way back home. അതിൽ വേർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേറിന് പകരം അവിടെ വരുന്നത് എന്താണ്? when എന്നാണ് കേട്ടോ. when. where the ship അല്ല, when the ship was caught in a storm. ഓക്കെ, നെക്സ്റ്റ് 8 men was എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 8 men എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പോൾ 8 men were flung off the ship എന്നാണ് വരുന്നത് കേട്ടോ. going overboard into the Caribbean Sea. just one, Luis Alexandro Velasco, അതിൽ കൊടുത്തിരിക്കുന്നത് survive എന്നാണ്. അപ്പം അത് പാസ്റ്റ് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം ലൂയിസ് അലക്സാൻഡ്രോ വാലസ്കോ survived എന്നാവും. then for 10 days he clung to a life raft. Suffering from hunger and lack of water, he completely gave up hope when he was washed ashore in Colombia. The author Gabriel Garcia Marquez, when was working എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ when എന്നല്ല വരിക, who was working, ഒരു വ്യക്തിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ who എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആദ്യത്തെ പൊസസീവ് ഫോമായിട്ട് പറയാം. who was working as a journalist ഈസ് ഗ്രാൻറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈസ് അല്ല, വാസ് ഗ്രാൻറ്റഡ് എ സീരീസ് ഓഫ് എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂസ് ബൈ വെലസ്കോ. ഹി റൈറ്റ്സ് ദീസ് അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം എഴുതി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഹി റോഡ് ദീസ് അപ്പ് ആൻഡ് പബ്ലിഷ് ദം അണ്ടർ വെലസ്കോസ് നെയിം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ. ലെറ്റ്സ് പ്ലേ വിത്ത് ലാംഗ്വേജ്. Here is a poem with a lot of adjectives. Read the poem and list the adjectives. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ adjectives നമുക്ക് കാണാം. അപ്പോൾ ആ adjectives ഏതൊക്കെയാണ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലെ പോയം നോക്കൂ. 2 funny little red apples fell from a tree one day. Both small apples rolled and rolled till they got far away. They rolled into a big green yard right past 3 white dogs. They rolled right past a called Blue Lake. അതിൽ ഫസ്റ്റത്തെ 2 funny little red apples. അതിൽ funny എന്ന് പറയുന്നത് adjective ആണ്. little red എന്ന് പറയുന്നത് adjective ആണ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് തേർഡ് ലൈനിൽ both small apples rolled and rolled. അതിൽ small apples, ആപ്പിളിൻ്റെ ക്വാളിറ്റി പറയുന്നത് സ്മോൾ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്മോൾ എന്ന് പറയുന്നത് adjective ആണ്. till they got far away, they rolled into a big green yard. ഓക്കെ, അതിൽ ബിഗ് ഗ്രീൻ എന്ന് പറയുന്നതാണ് adjective. right past 3 white dogs. ഓക്കെ, white dogs, അതിൽ white ആണ് adjective. they rolled right past a
കോൾഡ് ബ്ലൂ ലേക്ക്. കോൾഡ് ബ്ലൂ ലേക്ക്, അതിൽ കോൾഡ് അതുപോലെ ബ്ലൂ എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്സ് വരുന്നത്. ആൻഡ് ഓവർ ഫോർ ബ്രൗൺ ലെഗ്സ്, ബ്രൗൺ ലോക്സ്, അതിൽ ബ്രൗൺ എന്നുള്ളതാണ് നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. ഫാസ്റ്റ് ആസ് എ സ്പീഡിങ് ട്രെയിൻ, സ്പീഡിങ് ട്രെയിൻ, അപ്പോൾ സ്പീഡിങ് അതാണ് അഡ്ജക്റ്റീവ്. until they felt some small wet drops, small wet, ആ രണ്ട് വേർഡ്സുമാണ് അതിൽ അഡ്ജക്റ്റീവ്സ്. fall from the dark sky, അതിൽ ഡാർക്ക് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. they rolled into a pretty new house, അതിൽ ന്യൂ എന്നുള്ള വേർഡാണ് അഡ്ജക്റ്റീവ്. where a kind lady made them dry, a kind lady, കൈൻഡ് ലേഡി എന്ന് പറയുമ്പം അതിൽ കൈൻഡ് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. then she put the two clean red apples, two clean red apples, അതിൽ ക്ലീൻ അതുപോലെ റെഡ് എന്നുള്ളതാണ് അതിൽ വരുന്ന അഡ്ജക്റ്റീവ്സ്. now you may write a poem like the one above on any of the fruits you like. don't forget to change the adjectives. അപ്പം ഇവിടെ മുകളിലൊരു ഫ്രൂട്ടിനെ കുറിച്ചാണല്ലോ ഒരു പോയം കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മളോടും ഒരു ഫ്രൂട്ടിനെ വെച്ചിട്ട് ഒരു പോയം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയം ഉണ്ടാക്കിയിട്ട് അതിലുള്ള അഡ്ജക്റ്റീവ്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം കേട്ടോ. അഡ്ജക്റ്റീവ്സ് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു മാംഗോനെ കുറിച്ചുള്ള ഒരു ചെറിയ പോയമാണ്. 2 little yellow mangoes, 2 little mangoes hanging on a tree, 2 yellow mangoes looking at me. I shook the small tree as hard as I could. Down came the yummy mangoes, yum yum, so good. I cut the tasty mangoes and put it in my mouth. Tasty, syrupy, juicy mangoes. I loved it a lot. അതിൽ ലിറ്റിൽ യെല്ലോ, ഫസ്റ്റ് ലൈനിൽ ലിറ്റിൽ യെല്ലോ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്ജക്റ്റീവാണ്. മാംഗോയുടെ ഒരു ക്വാളിറ്റി കാണിക്കുന്ന ഒരു കാര്യമാണ് ലിറ്റിൽ, ചെറിയ മഞ്ഞ നിറത്തിലുള്ള പഴുത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്ജക്റ്റീവാണ്. അതുപോലെ 2 little, അതിലും ലിറ്റിൽ എന്നുള്ളത് റിപ്പീറ്റഡ് ആണ്, അഡ്ജക്റ്റീവാണ്. 2 yellow mangoes, യെല്ലോ അഡ്ജക്റ്റീവാണ്. I shook the small tree, അതിൽ സ്മോൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. down came the yummy mangoes, yummy mangoes, മാംഗോയുടെ ടേസ്റ്റ് ആണ് അവിടെ പറയുന്നത്, yummy എന്ന് പറയുന്നത് അല്ലേ, അതൊരു അഡ്ജക്റ്റീവാണ്. yum yum, so good. I put the tasty mangoes and put it in my mouth. tasty എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ടേസ്റ്റി, സുരപ്പി, ജ്യൂസി മാംഗോസ്, ടേസ്റ്റി, സുരപ്പി, ജ്യൂസി എന്നൊക്കെ പറയുന്നത് ആ മാംഗോയുടെ ക്വാളിറ്റിയാണ്. ആ മൂന്നും എന്താണ്, അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ.